ദൃശ്യ പോരാട്ടം 2025 നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആലപ്പാട് ഗോൾഡ്, പാല, മുണ്ടക്കയം, കറുകച്ചാൽ. സ്പോൺസേർഡ് ബൈ മേരി ക്വീൻസ് ഹോസ്പിറ്റൽ, 26 മൈൽ, കാഞ്ഞിരപ്പള്ളി. നമസ്കാരം. ആലപ്പാട് ഗോൾഡ് ദൃശ്യ പോരാട്ടം 2025 സ്വാഗതം. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ദൃശ്യ ന്യൂസ് ഒരുക്കുന്ന പ്രത്യേക സംവാദ പരിപാടിയായ പോരാട്ടം 2025 ഇന്ന് എത്തിയിരിക്കുന്നത് തലനാട് ഗ്രാമപഞ്ചായത്തിലാണ്. ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെയാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ജനപ്രതിനിധികളും ഒപ്പം തന്നെ നാട്ടുകാരും ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഏവരെയും ദൃശ്യ പോരാട്ടം 2025 സ്വാഗതം ചെയ്യുന്നു. വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് രജനി സുധാകരൻ. ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം. UDF പ്രതിനിധിയായിട്ടുള്ളത് ബേബി തോമസ് പുതനപ്രക്കുന്നിൽ, അദ്ദേഹത്തെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. LDF പ്രതിനിധി PS ബാബുവിനെ സ്വാഗതം ചെയ്യുന്നു. BJP പ്രതിനിധി സജി KR-നെയും ഡൈസിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടി ആലപ്പാട് ഗോൾഡ് ദൃശ്യ പോരാട്ടം 2025 സ്വാഗതം. നമ്മൾ ആരംഭിക്കുകയാണ്. ആദ്യമേ തന്നെ പ്രസിഡന്റിലേക്കാണ് നമ്മൾ എത്തുന്നത്. പ്രസിഡന്റ്, ഈ ഒരു 5 വർഷക്കാലം കൊണ്ട് തലനാട് ഗ്രാമപഞ്ചായത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്? പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ എത്ര ശതമാനത്തോളം പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്? തലനാട് പഞ്ചായത്തിൽ നമ്മുടെ കഴിഞ്ഞ 2021-25 കാലയളവിൽ ഏറെക്കുറെ നമ്മൾ പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്ന 99% കാര്യങ്ങൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞു. ഈ 9 ഞാൻ പറയാൻ കാരണം 1% ടൂറിസം മേഖലയാണ്. ടൂറിസം മേഖലത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ പറ്റിയല്ലാത്ത, അതായത് നമ്മൾ DPR തയ്യാറാക്കി ഫണ്ട് വെച്ചിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്തിൽ നിന്ന് അതിന് ഫണ്ട് അനുവദിച്ച് പ്രോജക്റ്റ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ എഗ്രിമെൻറ്റും കാര്യങ്ങളും എല്ലാം നടന്നു. ഉടനെ വർക്ക് നടക്കും. പക്ഷേ കൂടുതൽ വികസന സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ പറ്റാത്തതിന് കാരണം നമ്മുടെ ഇല്ലിക്കക്കല്ല് മേഖലയാണ് ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ സാധ്യതകളുള്ളത്. ആ ഭാഗമെല്ലാം റവന്യൂവിൻ്റെ കയ്യിലാണ്. അതുകൊണ്ടാണ് നമുക്ക് പല പ്രാവശ്യം ഞങ്ങൾ ആവശ്യപ്പെട്ടു, ഡിപ്പാർട്ട്മെൻറ്റിൽ പോയി മന്ത്രിയെ കണ്ടു. അപ്പോൾ പക്ഷേ റവന്യൂ ഭൂമി കിട്ടണമെങ്കിൽ കുറേയധികം മാനദണ്ഡങ്ങളുണ്ട്. അത് കാലക്രമേണ അടുത്ത ഭരണസമിതി വരുമ്പോൾ കൃത്യമായിട്ടും അതിൻ്റെ നടപടികൾ പൂർത്തിയാകും എന്ന് അറിയിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നടത്തിയ വികസന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് ഈ കാലയളവിൽ? ഈ കാലയളവിൽ ഏറ്റവും പ്രധാനപ്പെട്ട് നടത്തുന്നത് ലൈഫ് ഭവന പദ്ധതി തന്നെയാണ്. ലൈഫ് ഭവന പദ്ധതിയിൽ തന്നെ 100-ലധികം കുടുംബങ്ങൾക്ക് വീട് മാത്രം കൊടുത്തു. വീടും സ്ഥലവും കൊടുത്ത് 18 കുടുംബത്തോളം വീടും സ്ഥലവും കൊടുത്ത കുടുംബാംഗങ്ങളുണ്ട്. അതിദരിദ്രത്തിൽപ്പെട്ടവർക്ക് വീട് കൊടുത്തിട്ടുണ്ട്. ആശ്രയപ്പെട്ട കുടുംബാംഗങ്ങൾക്ക് വീട് മെയിൻ്റനൻസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ അതിദരിദ്ര കുടുംബത്തിൽപ്പെട്ടവർക്ക് വീട് മെയിൻ്റനൻസ്, മറ്റ് അനുബന്ധമായ എല്ലാ രേഖകളും സഹിതം എല്ലാ പദ്ധതികളും ആവിഷ്കരിച്ച് കൊടുക്കുകയും അവർക്ക് മാസത്തിൽ കിറ്റുകൾ, ഭക്ഷണ കിറ്റുകളും ആരോഗ്യ മേഖലയിലെ മരുന്നുകൾക്ക് വേണ്ടി എല്ലാം ഫണ്ടുകൾ വെച്ചിട്ടുണ്ട്, പ്രോജക്റ്റ് വെച്ചിട്ടുണ്ട്. കുടിവെള്ളവുമായി ബന്ധപ്പെട്ട് അടിസ്ഥാന സൗകര്യമാണല്ലോ, അതിനുവേണ്ടി എന്ത് തലനാട് ഗ്രാമപഞ്ചായത്തിന് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്? കുടിവെള്ളവുമായി ബന്ധപ്പെട്ട് തലനാട് പഞ്ചായത്തിലും എല്ലാ വാർഡുകളിലും 13 വാർഡുകളിലും പൊതു ടാങ്കുകളും കുഴൽക്കിണറുകളും അടിച്ചു കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല SC/STക്കാർക്ക് പ്രത്യേകിച്ച് പ്രോജക്റ്റ് തയ്യാറാക്കി കുടിവെള്ള ടാങ്കുകൾ വിതരണം ചെയ്തിട്ടുണ്ട്. ഗതാഗത സൗകര്യം ഏറ്റവും അത്യാവശ്യം വേണ്ടതാണ്. ഗതാഗത സൗകര്യത്തിനായി എന്തൊക്കെ പുതിയ പദ്ധതികൾ ഈ 5 വർഷ കാലയളവിൽ നടത്തി? ഗതാഗത സൗകര്യമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പല ഭാഗങ്ങളിലോട്ടും റോഡുകൾ പോലും ഇല്ലായിരുന്ന, ഞാൻ കയറിയ സമയത്ത് പോലും പല ഭാഗത്തോട്ടും റോഡുകൾ ഇല്ലാത്തൊരവസ്ഥയായിരുന്നു. ഇപ്പം റോഡുകൾ പകുതി കുറേയൊക്കെ ഞങ്ങൾ 1 കോടിയിലധികം പദ്ധതികൾ പഞ്ചായത്തിൻ്റെ റോഡുകൾ വികസനത്തിന് വേണ്ടി സ്ഥലം ഏറ്റെടുത്ത് റോഡുകൾ പൂർത്തിയാക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല പല ഭാഗത്തും പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ വികസനത്തിൽപ്പെട്ടി ടാറിങ് ആയാലും കോൺക്രീറ്റ് ആയാലും ചെയ്തു കൊടുക്കാൻ പറ്റി. PW ഫണ്ട് തന്നെ നമുക്ക് 14 കോടിയോളം തലനാട് ഗ്രാമപഞ്ചായത്തിൽ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല MLA ഫണ്ട്, MP ഫണ്ട്, ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ട്, ബ്ലോക്ക് ഫണ്ട്, ഇതെല്ലാം ഉപയോഗിച്ച് ഈ തലനാട് പഞ്ചായത്തിൽ വികസന പ്രവർത്തനങ്ങൾ, ഈ റോഡിന് വേണ്ടി വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഓക്കെ, UDF പ്രതിനിധിയിലേക്ക് പോവുകയാണ്. 99.9% പദ്ധതി വിഹിതം ചെലവഴിച്ചുകൊണ്ട് വിവിധ വികസന പദ്ധതികൾ നടപ്പിലാക്കിയെന്ന് പ്രസിഡന്റ് പറയുന്നു. ഈ 5 വർഷ കാലയളവിലെ വികസന പ്രവർത്തനങ്ങൾ ഒരു പ്രതിപക്ഷം എന്ന നിലയിൽ എങ്ങനെ നോക്കിക്കാണുന്നു? വികസനം എന്നുള്ള പ്രസിഡന്റ് പറഞ്ഞ വാക്കാലുണ്ട്. നിലവിൽ ഞങ്ങൾക്കൊന്നും ഇത് കാണാനില്ല. തലനാട് ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം 10 വർഷം ഒരേ മുന്നണി പഞ്ചായത്തും സംസ്ഥാന സർക്കാരിനും ഭരിക്കാൻ ഭാഗ്യം ലഭിച്ച ഒരു കാലഘട്ടമായിരുന്നു കഴിഞ്ഞ 10 വർഷം. ഈ 10 വർഷം കൊണ്ട്
സർക്കാരിൽ നിന്ന് ഈ തലനാടിൻ്റെ പുരോഗതിക്ക് വേണ്ടി എത്ര രൂപ ചിലവാക്കാൻ പറ്റി, എത്ര രൂപ വാങ്ങിച്ചെടുക്കാൻ പറ്റിയെന്ന് ഈ പ്രസിഡന്റ് എന്ന് പറയാൻ പറ്റുമോ? പറയാം അതിലേക്ക് വരാം, തിരിച്ചു വരാം, മറുപടിയിലേക്ക് വരാം. എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളായിരുന്നു ഒരു പ്രതിപക്ഷം എന്ന നിലയിൽ ഇവിടെ നടക്കേണ്ടിയിരുന്നത് എന്ന് നിങ്ങൾ ആഗ്രഹിച്ചത്? നമ്മളെ സംബന്ധിച്ചിടത്തോളം തലനാടൊരു മലമേഖല ഉള്ള സ്ഥലമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ ഒരു വികസന പ്രവർത്തനം നടക്കണമെങ്കിൽ അതിന് ഏറ്റവും കൂടുതൽ സാധ്യത ടൂറിസത്തിലൂടെയാണ്. അത് മനസ്സിലാക്കി 2010-15 കാലഘട്ടത്തിൽ തലനാട് പഞ്ചായത്ത് ഭരിച്ചത് UDF ആയിരുന്നു. ആ കാലഘട്ടത്തിൽ ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട വികസനത്തിലൂടെ മാത്രമേ നമ്മുടെ നാട് വികസിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കി ആ ഭരണസമിതി അതിനുവേണ്ട എല്ലാ പേപ്പറുകളും നീക്കി ഇലവിഴ പൂഞ്ചിറ, ഇല്ലിക്കക്കല്ല്, മാർമല അരുവി, വാഗോൺ, അത് ഇത്രയും ഭാഗം ടൂറിസം കേന്ദ്രങ്ങളാക്കി ആ മന്ത്രിസഭയ്ക്കൊണ്ട് നമുക്ക് പ്രഖ്യാപിക്കാൻ പറ്റി. പെട്ടെന്ന് വന്നതല്ല, അതാർക്കും ഇത് കൃത്യമായിട്ട് ആർക്കും മനസ്സിലായിട്ടില്ലെന്ന് എനിക്കറിയാം. 2000-2005 കാലഘട്ടത്തിൽ ഈ പഞ്ചായത്തിലെ ഞാനൊരു ജനപ്രതിനിധിയായിരുന്നു. എൻ്റെ കൂടെ രോഹിണി ചേച്ചി ഉണ്ടായിരുന്നു, സതീഷ് വിജയനായിരുന്നു അന്നത്തെ പ്രസിഡൻറ്റ്. ഞാൻ അന്നത്തെ കാലത്ത് ഈ പ്രോജക്റ്റുകൾ എഴുതുക, ഇന്നത്തെ പോലെ ഇതല്ല. നമ്മുടെ ഈ തലനാട്ട് റഹീം സാർ ആയിരുന്നു ഇവിടുത്തെ പ്രോജക്റ്റ് എഴുതാനൊക്കെ വന്നുകൊണ്ടിരുന്നത്. റഹീം സാറും ഞാനും രോഹിണി ചേച്ചിയും കൂടെ ഇവിടെ ഇരുന്ന് ചിന്തിച്ചപ്പോൾ ഇനിയൊരു വികസനം തലനാട്ടിലൂടെ വരണമെന്നുണ്ടെങ്കിൽ അത് ടൂറിസത്തിലൂടെ മാത്രമേ ആവുകയുള്ളൂ എന്ന് ഞങ്ങൾ 3 പേരും കൂടെ ആലോചിച്ച് അതിനുള്ള അടുത്ത നടപടിയിലേക്ക് കടക്കണമെന്ന് തീരുമാനിച്ചു. 2003 അതുമായിട്ട് ബന്ധപ്പെട്ട് റഹീം സാറും ഞാനും രോഹിണി ചേച്ചിയും, നിങ്ങൾക്കറിയത്തില്ലായിരിക്കും, എൻ്റെ ഒരു അളിയൻ കിടങ്ങത്താൽ കുടിച്ചെന്ന് പറയുന്നുണ്ടായിരുന്നു, പുള്ളി അദ്ദേഹം കൂടെ കാഞ്ഞിരങ്കവല മുതൽ നടന്ന് ഇലവിഴ പുഞ്ചിറ വന്ന് അവിടുന്ന് ഇല്ലിക്കക്കല്ല് വന്ന് അവിടുന്ന് മാർമലരുവി ചെന്ന് അവിടുന്ന് വാഗോണ് വരെ CD ഉണ്ടാക്കി ഈ വലിയൊരു വികസന പ്രവർത്തനം നടക്കുമെന്ന് ഞങ്ങൾക്ക് മനസ്സിലുണ്ടായിരുന്നു. അതൊക്കെ 2004 സർക്കാർ സബ്മിറ്റ് ചെയ്തു. പക്ഷേ 2005 ഭരണം പോയി, ഞങ്ങളുടെ ഭരണം പോയി. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പരിപാടിക്കും പോയാൽ നടക്കുകയെന്നറിയാണ്ട് പോയില്ല. 2010 വീണ്ടും ഞങ്ങൾ അധികാരത്തിൽ വന്നു. ബഹുമാന്യ രോഹിണി ചേച്ചി പ്രസിഡൻറ്റും ജോണി വൈസ് പ്രസിഡൻറ്റുമായിട്ട് ഭരണം വന്നു. ആ 2005 ആദ്യം തന്നെ 2010 ആദ്യം തന്നെ പഞ്ചായത്ത് സംസ്ഥാന സർക്കാരിൻ്റെ ഭരണം UDFന് കിട്ടിയപ്പോൾ ഞങ്ങളുടെ പഞ്ചായത്ത് കമ്മിറ്റി കൂടി നമുക്ക് പഴയ ഫയലെടുത്ത് നമുക്കിത് വികസന പ്രവർത്തനങ്ങളിലായിട്ട് മുന്നോട്ട് പോകണം, നാടിൻ്റെ പുരോഗതി ഇപ്പം ടൂറിസത്തിൽ നടക്കുകയുള്ളൂ എന്ന ഞങ്ങളുടെ ആ ദൃഢനിശ്ചയത്തിൻ്റെ പ്രകാരം ഞാനും ജോണി ചേച്ചിയൊക്കെ നേരെ ഇതിൻ്റെ പേപ്പർ പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനം പഴയ ഇരുന്ന പേപ്പറുമായി നേരെ ഉമ്മൻചാണ്ടി സാറിൻ്റെ അടുത്ത് ചെന്നു. ഉമ്മൻചാണ്ടി സാർ അത് വായിച്ച് പഠിച്ച് അതിൻ്റെ അടിയിൽ അത് എഴുതി ഇത് നല്ലൊരു പദ്ധതിയാണ്, നടപ്പിലാക്കണം. ഉമ്മൻചാണ്ടി സാർ ഒരു മുഖ്യമന്ത്രിയാണ്, അദ്ദേഹം എഴുതിയാൽ അതൊരു ഉത്തരവാണ്. അതുമായിട്ട് നമ്മുടെ മാണി സാറിൻ്റെ അടുത്ത് ചെന്നു. മാണി സാർ പറഞ്ഞു, ഇത് നല്ല പദ്ധതിയാണല്ലോ ബേബി, രോഹിണി ചേച്ചി ഉണ്ടായിരുന്നു, നല്ല പദ്ധതിയാണല്ലോ, നമുക്ക് നടപ്പിലാക്കണം. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ബഡ്ജറ്റിൽ ഇലവിഴ പുഞ്ചിറ, ഇല്ലിക്കക്കല്ല്, മാർമല അരുവി, വാഗോൺ, അതിൻ്റെ കൂടെ തങ്ങൾപ്പാറയും കൊണ്ട് അദ്ദേഹം ചേർത്തു. തങ്ങൾപ്പാറ ഇത് ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് പ്രഖ്യാപിച്ചു. പിന്നെയാണ് ഈ ടൂറിസത്തിൻ്റെ വികസനം നടക്കുന്നത്. അത് പിന്നെ അദ്ദേഹം എല്ലാ ഭാഗത്തോട്ടും ആവശ്യത്തിന് ഫണ്ട് അനുവദിച്ചു. അതിൻ്റെ മുൻപന്തിയിൽ നിന്ന് ഞങ്ങളെല്ലാവരും കൂടി അന്നത്തെ ഞങ്ങളുടെ ഘടകകക്ഷികളൊക്കെ അതിൻ്റെ അകത്ത് ആത്മാർത്ഥമായിട്ട് ഞങ്ങളുടെ കൂടാനുണ്ടായിരുന്നു. എല്ലാവരും കൂടി എല്ലാ ഭാഗത്തോട്ടും വികസനം നടത്തി. അത് കഴിഞ്ഞ് ഈ 10 കൊല്ലമായിട്ട് ഈ ടൂറിസം മേഖലയിൽ എത്ര രൂപ വിളിച്ചെടുക്കാൻ ഈ ഭരണസമിതിയെ കൊണ്ട് ആരെക്കൊണ്ട് സാധിച്ചു എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ച് നോക്കുക. പിന്നീട് വികസനങ്ങൾ നടന്നിട്ടില്ല. പിന്നെ ഓക്കെ, ഈ BJP പ്രതിനിധിയിലേക്ക് വരികയാണ്. ഒരൊറ്റ കാര്യം ഞാൻ പറഞ്ഞോട്ടെ. ഓക്കെ പെട്ടെന്നായിക്കോട്ടെ. ഇത് ഇന്നത്തെ ദീപിക പത്രത്തിൽ വന്നിരിക്കുന്നതാണ്. ഓക്കെ, അത് നമ്മുടെ ബഹുമാനിയായ ടൂറിസം മന്ത്രി റിയാസ് അദ്ദേഹം കേന്ദ്ര ടൂറിസം മിനിസ്റ്റർക്ക് 800 കോടി രൂപയുടെ ടൂറിസം വികസനത്തിനുള്ള പ്രോജക്റ്റ് സമർപ്പിച്ചു. നമ്മുടെ ഒരു വലിയ പ്രോജക്റ്റായ ഈ ടൂറിസത്തിൻ്റെയൊക്കെ ഈ തലനാടിൻ്റെ ബന്ധപ്പെട്ട ഇല്ലിക്കക്കല്ലിലോ ഈ കോട്ടയം ജില്ലയിൽ ഒരു ടൂറിസം എത്തിയും 10 പൈസയുടെ പ്രോജക്റ്റിൻ്റെ അകത്തില്ല, വന്നിട്ടില്ല. ഓക്കെ. അതോടൊപ്പം തന്നെ നമ്മുടെ തലനാടിൻ്റെ ടൂറിസം മേഖലയിൽ വലിയ കുതിച്ചാട്ടം നടത്തേണ്ടതാണ് മാർമല അരുവി. അതും കുറച്ച് ശകലം തരം 1 മിനിറ്റ് തരാൻ പറയാം. ആ അരുവി എന്നുള്ളത് 2 പഞ്ചായത്തിൻ്റെയാണ്. ഒന്ന് TK പഞ്ചായത്ത്, ഒന്ന് തലനാട് പഞ്ചായത്ത്.
അതിൻ്റെ അരുവിയുടെ സൗന്ദര്യം ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ തലനാട് പഞ്ചായത്തിൽ ചെല്ലണം. തലനാട് പഞ്ചായത്തിൽ ചെന്നാൽ നമുക്ക് ആ വെള്ളച്ചാട്ടത്തിൻ്റെ അകത്തോട്ട് കയറി ഇന്ന് സെൽഫി എടുക്കാം. അതിന് വെള്ളാനിൽ നിന്ന് 200 മീറ്റർ ഉള്ളൂ റോഡ് ഇനി കൊണ്ടുപോകാൻ. അതുവരെ റോഡ് കൊണ്ട് ഞങ്ങൾ കൊണ്ടുപോയി വെച്ചിരിക്കും. അതിന്റെ വികസന പ്രവർത്തനങ്ങളൊന്നും നടന്നിട്ടില്ല, അതിനെപ്പറ്റി ആലോചിച്ചിട്ട് പോലുമില്ല. ഓക്കെ അങ്ങനെ നമ്മൾ BJP പ്രതിനിധിയിലേക്ക് ഇവിടെ പോവുകയാണ്. ഈ 5 വർഷ ഭരണകാലം തലനാടിനെ സംബന്ധിച്ചിടത്തോളം ടൂറിസം മേഖലയിൽ നിരവധിയായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്താനുള്ള സാധ്യതകളുള്ള സ്ഥലമാണ്. ഈ 5 വർഷ ഭരണകാലം എങ്ങനെ കാണുന്നു? ഇവിടെ LDFും UDFും ഒക്കെ ഭരിച്ചിട്ടുള്ള പഞ്ചായത്താണിത്. ഇവിടെ വികസനങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അത് ഇപ്പോൾ നിങ്ങൾക്കറിയാം, 2014 നരേന്ദ്രമോദിജി അധികാരത്തിൽ വന്നതിന് ശേഷം ആവശ്യത്തിന് അധികം ഫണ്ടുകൾ സംസ്ഥാനങ്ങൾക്ക് വിഹിതമായി നൽകുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി ഈ പഞ്ചായത്തിലും വികസനങ്ങൾ നടന്നിട്ടുണ്ടില്ലെന്ന് പറയുന്നില്ല. ഇവിടെ പ്രധാനമന്ത്രി സടക്ക് യോജന പദ്ധതി പ്രകാരം 4 റോഡുകൾ ഇവിടെ പണി പൂർത്തീകരിച്ചിട്ടുണ്ട്. അത് നിഷേധിക്കാൻ പറ്റില്ല. അതിൻ്റെ ആ റോഡുകളുടെ പണി പൂർത്തിയാക്കി എങ്കിലും ഇപ്പോഴും അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമാക്കുന്നതിന് ഈ പഞ്ചായത്ത് ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല. പിന്നെ ഇവിടെ പ്രകൃതിക്ഷോഭം മൂലം ഇവിടെ ഈ അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ മാറി താമസിക്കേണ്ട ആളുകൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കാൻ ഈ പഞ്ചായത്തിൽ കഴിഞ്ഞിട്ടില്ല. ലൈഫ് പദ്ധതിയിൽ വീടുകൾ അനർഹരായിട്ടുള്ള ആളുകൾക്ക് നൽകി അർഹതയുള്ളവർക്ക് നൽകാൻ കഴിഞ്ഞിട്ടില്ല. ഇങ്ങനെ പല പോരായ്മകൾ ഈ പഞ്ചായത്തിൻ്റെ പേരിൽ ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നുണ്ട്. ഓക്കെ, തീർച്ചയായിട്ടും അടുത്ത LDF പ്രതിനിധിയോടാണ് ചോദ്യം. വികസന പ്രവർത്തനങ്ങൾ നടത്തിയെന്ന് പറയുമ്പോഴും കേന്ദ്ര സർക്കാരിൻ്റെ അടൽ യോജന പോലെയുള്ള പദ്ധതികൾ പ്രകാരമാണ് ഇവിടെ റോഡ് വികസനം വന്നിരിക്കുന്നു എന്നാണ് BJP പ്രതിനിധി പറഞ്ഞിരിക്കുന്നത്. അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ആദ്യമേ തന്നെ എനിക്ക് UDF പ്രതിനിധിയോട് ഒരു മറുപടി പറഞ്ഞിട്ട് അങ്ങ് തുടങ്ങാമെന്ന് വിചാരിക്കുകയാണ്. കാരണം ഈ കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് റോഡ് വികസനം ഒട്ടും തന്നെ പഞ്ചായത്തിൽ ഉണ്ടായിട്ടില്ല എന്നാണ് ബഹുമാനപ്പെട്ട UDF പ്രതിനിധി പറഞ്ഞത്. UDF പ്രതിനിധി ഇങ്ങോട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി കാറേ കയറി ഇങ്ങോട്ടൊന്ന് ഒറ്റ ഗിയറിൽ ഈ പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ വന്ന് ഇറങ്ങത്തക്ക രീതിയിൽ ഈ കഴിഞ്ഞ കാലത്ത് റോഡ് വികസിച്ച് അതിഭയങ്കരമായിട്ട് വികസിച്ചിട്ടുണ്ട്. കേരള സർക്കാരിൻ്റെ ഫണ്ടാണ്, മോദിയുടെ ഫണ്ടല്ല, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ടല്ല. ബഹുമാനപ്പെട്ട ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അനുവദിച്ച ഫണ്ട് കൊണ്ടാണ് തലനാട് പ്രദേശത്താകെ തലനാട് തീക്കോയി അടുക്കം മേലടുക്കം ചാമപ്പാറ വെള്ളാനി ഉൾപ്പെടെയുള്ള റോഡുകൾ അതിഗംഭീരമായിട്ട് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള റോഡാണ് നിർമ്മിച്ചിരിക്കുന്നത്. പിന്നെ PMGSY പദ്ധതി പ്രകാരം അനുവദിച്ച ഫണ്ടുകളുടെ കണക്ക് ഈ അടുത്ത കാലത്തെങ്കിലും വന്നിട്ടില്ല. നേരത്തെ MP ഫണ്ട് ഇനത്തിൽ ഈ തരത്തിലുള്ള ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഇല്ലിക്കിനേക്കും ഒക്കെ റോഡ് ഉണ്ടായിട്ടുള്ളത്, അതിനൊന്നും തർക്കമില്ല. പക്ഷേ അതൊന്നും മോദിയുടെ കാലത്തല്ല, അതിന് മുമ്പായിരുന്നു. ഓക്കെ പ്രസിഡന്റിലേക്കാണ് വരുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് റോഡ് BJP പ്രതിനിധി പറഞ്ഞ റോഡ് കേന്ദ്രത്തിൽ നിന്നുള്ള ഫണ്ടിന്റെ പ്രകാരമുള്ള റോഡ് നിർമ്മാണം ഇവിടെ നടന്നിട്ടുണ്ട്. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുവാൻ വേണ്ടി ഈ തലനാട് പഞ്ചായത്തിന് സാധിച്ചിട്ടില്ല. ടൂറിസം മേഖലയാണോ ഉദ്ദേശിക്കുന്നത്? ടൂറിസം മേഖലയിലേക്കുള്ള റോഡുകളും എല്ലാം അത് തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ടൂറിസം മേഖലയിൽ നമ്മുടെ ഇല്ലിക്കക്കല്ല് ആ ഏരിയ മുഴുവൻ റവന്യൂ ഭൂമിയാണ്. ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട ആ സ്ഥലം വിട്ട് കിട്ടണമെങ്കിൽ ഇച്ചിരി പേപ്പർ വർക്കുകളൊക്കെ നന്നായിട്ട് നടത്തണമുണ്ട്. അത് നമ്മൾ നടത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ DTPC ആയിട്ട് ചേർന്ന് ഒരു DPR തയ്യാറാക്കാൻ കൊടുത്തിട്ടുണ്ട്. അതിന് ഫണ്ട് വെച്ചിട്ടുണ്ട്. അതെന്തായാലും ഉടനെ അവർ ചെയ്തു തരാമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം BJP നേതൃത്വം പറഞ്ഞ BJP പ്രതിനിധി പറഞ്ഞ ഒരു മറുപടി ഉണ്ടോ കേന്ദ്ര സർക്കാരിൻ്റെ റോഡുമായി ബന്ധപ്പെട്ട്? അല്ല, റോഡുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ ഇവിടെ 1-ാം വാർഡ് എന്ന് പറഞ്ഞാൽ ഈ ചൊവ്വൂർ ആ റോഡിൻ്റെ അവസ്ഥ ഇവിടെയുള്ള മുഴുവൻ ആളുകൾക്കും അറിയാമെന്ന് എനിക്ക് തോന്നുന്നു. അവിടെ 100-300-ലധികം കുടുംബങ്ങൾ അധിവസിക്കുന്ന ഒരു പ്രദേശമാണ്. അവിടെ നടന്നു പോകാൻ പോലും പറ്റില്ലാത്ത അവസ്ഥയിൽ അധപ്പതിച്ച് കിടക്കുകയാണ് ആ റോഡുകൾ. അതിന് ആര് സമാധാനം പറയും എന്ന് പറയാം. 1-ാം വാർഡിൽ ഇന്നലെ ഞാൻ അവിടെ സന്ദർശനം നടത്തിയപ്പോൾ ആ ഭാഗത്തെ റോഡ് കൂടെ ഒരു തരത്തിലും വാഹനം ഓടിച്ചു പോകാൻ കഴിയുന്നില്ല. ഇവിടെ ഈ തീക്കോയ് തലനാട് റോഡിൻ്റെ കാര്യമൊക്കെ മുഴുവൻ ഈ സംസ്ഥാന സർക്കാരിൻ്റെ ഫണ്ടാണെന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ വരയിട്ട റോഡുകൾക്ക് അതിന് കേന്ദ്ര ഫണ്ടില്ലെന്ന് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഓക്കെ, പ്രസിഡന്റ് മറുപടി ഉണ്ടോ? ചൊവ്വൂർ റോഡ് 2021 1.5 കോടി അനുവദിച്ച റോഡാണ്. അത് ഓരോ പ്രാവശ്യവും അതിൻ്റെ DPR മാറ്റി ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് ആ വർക്ക് നടക്കാത്തത്. പിന്നെ അത് ടെൻഡർ എടുത്തിട്ടുണ്ട്. ടെൻഡർ എടുത്തയാൾ നമ്മുടെ ജലജീവൻ പദ്ധതിയായിട്ട് ബന്ധപ്പെട്ട അവിടെ റോഡ് കുഴിക്കുകയുണ്ടായി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ആ റോഡ് ഉറക്കാതെ നമുക്കവിടെ വർക്ക് നടത്താൻ പറ്റിയാലെന്ന് കോൺട്രാക്ടർ തന്നെ എന്നോട് പറഞ്ഞ്
അതുപോലെ മേളിലോട്ടും അതിൻ്റെ കത്തുകളും കാര്യങ്ങളും എല്ലാം പോയി. അത് പുതിയതായിട്ട് അതിൻ്റെ പ്രോജക്റ്റ് തയ്യാറാക്കി ഇനിയിപ്പോൾ മേളിലോട്ട് തന്നെ പോയിട്ടുണ്ട്. അടുത്ത ദിവസം തന്നെ അതിൻ്റെ ബാക്കി പ്രവർത്തനവുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. ഓക്കെ നമുക്കിനി പൊതുജനങ്ങളിലേക്ക് ഇവിടെ പോകാനുണ്ട്. ഈ പഞ്ചായത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കാനുണ്ട്. പൊതുജനങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. അവരുടെ അഭിപ്രായങ്ങൾ നിങ്ങളോട് ചോദിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇവിടെ പങ്കുവയ്ക്കാവുന്നതാണ്. പൊതുജനങ്ങളിലേക്ക് ഇവിടെ പോകേണ്ടതുണ്ട്. ദൃശ്യ പോരാട്ടം 2025 നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആലപ്പാട് ഗോൾഡ്, പാല, മുണ്ടക്കയം, കറുകച്ചാൽ. സ്പോൺസേർഡ് ബൈ മേരി ക്വീൻസ് ഹോസ്പിറ്റൽ, 26 മൈൽ, കാഞ്ഞിരപ്പള്ളി. സ്വർണം പണയം വെച്ചിട്ട് തിരിച്ചെടുക്കാൻ പ്രയാസപ്പെടുകയാണോ? അല്ലെങ്കിൽ ലേലത്തിൽ പോകുമോ എന്ന ആശങ്കയുണ്ടോ? കയ്യിലെ സ്വർണത്തിന് എവിടെ മികച്ച വില ലഭിക്കുമെന്നറിയാതെ വിഷമിക്കുന്നവരാണോ? അങ്ങനെയാണെങ്കിൽ ഉടൻ ആലപ്പാട് ഗോൾഡിലേക്ക് വിളിക്കൂ. നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾക്ക് മാർക്കറ്റിലെ അതാത് ദിവസത്തെ വില ഇവിടെ ലഭിക്കും. നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയതായാലും എത്ര പഴയതായാലും ആലപ്പാട് ഗോൾഡ് അന്നുള്ള ദിവസത്തെ മാർക്കറ്റ് വില നൽകി സ്വർണം തിരിച്ചെടുക്കുന്നു. GPay, RTGS, NEFT, ചെക്ക് എന്നിവയുടെ സൗകര്യവും ഉണ്ട്. പണത്തിന്റെ ടെൻഷൻ വേണ്ട. ആലപ്പാട് ഗോൾഡ് നിങ്ങളുടെ സ്വർണത്തിന് വിപണിയിലെ ഏറ്റവും ഉയർന്ന വില നൽകുന്നു. 2001 മുതൽ കേരളത്തിലെ നമ്പർ 1 ഓൾഡ് ഗോൾഡ് പർച്ചേസ് ഷോപ്പായ ആലപ്പാട് ഗോൾഡ് സാധാരണക്കാരെ സഹായിക്കാൻ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നു. ജനസേവനമാണ് നമ്മുടെ ലക്ഷ്യം. വിശ്വാസത്തോടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ വിൽക്കാൻ ആലപ്പാട് ഗോൾഡിനെ സമീപിക്കാം. ഞങ്ങൾ സ്വർണത്തിന് യഥാർത്ഥ മൂല്യം നൽകുന്നു. ഞങ്ങളുടെ സ്ഥാപനങ്ങൾ മുണ്ടക്കയം KK റോഡിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ അടുത്ത് അജ്ഫ ബേക്കേഴ്സ് ബിൽഡിംഗിലും കറുകച്ചാലിൽ മല്ലപ്പള്ളി റോഡിലുള്ള ഫെഡറൽ ബാങ്ക് ബിൽഡിംഗിലും പ്രവർത്തിക്കുന്നു. അതുകൂടാതെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും നമ്മുടെ സർവീസ് ലഭ്യമാണ്. സ്വർണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഇനി ചിന്തിക്കുമ്പോൾ ഞങ്ങളുടെ നമ്പറിലേക്ക് ഒരു ഫോൺ കോൾ മതി. ആലപ്പാട് ഗോൾഡ് നിങ്ങളെ സഹായിക്കാൻ നിങ്ങളുടെ അടുത്തെത്തും. ആലപ്പാട് ഗോൾഡ് എന്നും നിങ്ങളോടൊപ്പം. Mother soothes, Mother cares, Mother protects, Mother finds always reason to smile. Mother stands up for you for everything. Mary Queen's Mission Hospital, Kanirapalli, Kottayam. We care, God cures. ആദ്യം ആരാണ് ചോദിക്കാനുള്ളത്? ആരോടാണ് ചോദിക്കാനുള്ളത്? UDF പ്രതിനിധിയോട്. ഓക്കെ ചോദിച്ചു. UDF പ്രതിനിധി ഇവിടെ 1-2 കാര്യങ്ങൾ സംസാരിച്ചു. അതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ കൂട്ടിച്ചേർക്കാനുണ്ട്. 2014 പ്രിയങ്കരനായ മാണി സാർ ഇവിടെ MLA ആയി വന്ന് കഴിഞ്ഞതിന് ശേഷം അന്ന് ഞങ്ങളെ എല്ലാവരെയും വിളിച്ചു കൂട്ടി, പാലായിൽ വിളിച്ചു കൂട്ടി 2030 ആകുമ്പോഴത്തേക്കും കൃത്യമായിട്ടും ഊർജ്ജത്തിന് പ്രതിസന്ധി ഉണ്ടാവും, കുടിവെള്ളത്തിനും പ്രതിസന്ധി ഉണ്ടാവും. ഈ 2 കാര്യങ്ങൾ വഴി പശ്ചാത്തല ദൂരത്തിനും ഇവിടെ ഇല്ല. ഇതെല്ലാം മനസ്സിലാക്കി ഗ്രീൻ ടൂറിസം പദ്ധതിയിൽപ്പെടുത്തി മാണി സാർ അനുവദിച്ച പൈസയാണ്. ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ബഹുമാനായ മാണി സാർ 8 വർഷം ഇവിടെ MLA ആയിരുന്നു. ബഹുമാനായ മാണി സി കാപ്പൻ 8 വർഷം MLA ആയിട്ടുണ്ട്. ഈ 2 പേരുടെയും കൂടെ താരതമ്യമായിട്ട് ഇവിടെ ഒന്ന് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. സമയം തരുമോ? കുറച്ച് സമയം വളരെ ചുരുങ്ങിയ സമയത്തുള്ളിൽ കുറച്ച് വായിക്കാനുണ്ട്. ഒത്തിരി പറഞ്ഞിട്ടില്ല, നമുക്ക് ഒന്നാമത്തേത്, ഇവിടുത്തെ MLA മാണി സി കാപ്പൻ ബേബി തന്നെ സൂചിപ്പിച്ചു, ടൂറിസം മേഖലയിൽ 800 കോടി അനുവദിച്ചിട്ട് തലനാട് പഞ്ചായത്തിൽ ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞു. ഇത് ആരാ കൊണ്ടുവരുന്നത്? ഇവിടുത്തെ MLA കൊണ്ടുവരണ്ടേ? MLA ഇതിനു വേണ്ടി വകുന്നുണ്ടോ? ഇവിടുത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ച MLA നിയമസഭയിൽ ഉണ്ടായിരുന്നോ? ഇവിടുത്തെ UDF പ്രതിനിധി മറുപടി പറയണം. ഓക്കെ, അതിനൊരു മറുപടി പറഞ്ഞിട്ട് പോകാം. നമ്മുടെ MLA അദ്ദേഹത്തിൻ്റെ കഴിവുകൊണ്ടാണ് ബഹുമാന്യ എൻ്റെ സുഹൃത്ത് ബാബു പറഞ്ഞ മുഴുവൻ റോഡുകളും നന്നാക്കിയത്. PWD. ഓക്കെ, ഞാൻ തർക്കം പറഞ്ഞത് പഞ്ചായത്ത് റോഡിൻ്റെ കാര്യത്തിലായിരുന്നു. അത് അദ്ദേഹത്തിന് ആ പഞ്ചായത്ത് റോഡ് കേൾക്കാതെ പോയതായിരിക്കും, എനിക്കറിഞ്ഞുകൂടാ. അതെന്തുവാട്ടെ. അതോടൊപ്പം തന്നെ ഈ തീക്കോയ് തലനാട് റോഡും തീക്കോയ് അടുക്കൻ റോഡും ചാമപ്പാറ വെള്ളാനി റോഡും MLAയുടെ കഴിവുകൊണ്ടാണ് പണിത്. MLAയുടെ ലെറ്ററില്ലാതെ ഒരു PWD റോഡിനും പൈസ കിട്ടിയാലോ എന്നുള്ള യാഥാർത്ഥ്യം ഇവിടുത്തെ ഭരണസമിതി മറിച്ച് നിയമസഭയിൽ ഒറ്റ കാര്യം. ഈ റോഡുകളൊക്കെ നടത്തിയിട്ട് എന്തുകൊണ്ട് ഈ പഞ്ചായത്ത് ഭരണസമിതി ഉദ്ഘാടനത്തിന് ശ്രമിച്ചില്ല? അതിൻ്റെ ക്രെഡിറ്റ് MLAക്ക് പോകായിട്ടല്ലേ? അല്ലെങ്കിൽ ഇവർ ഉദ്ഘാടനം ചെയ്യല്ലേ? ഇത്രയും വലിയ പണി നടത്തിയിട്ട് എന്തുകൊണ്ടായിരിക്കാം? അതിനുള്ളൊരു മറുപടി. ഉദ്ഘാടനത്തെ സംബന്ധിച്ച് MLA ഇവിടെ MLA ആയതുകൊണ്ട് ഒരു പഞ്ചായത്ത് മെമ്പറുടെ വാർഡിലാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒപ്പം ആവശ്യമുണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നോ
MLA ഫണ്ടിൽ നിന്നോ പൈസ അനുവദിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഒരു ക്ലർക്ക് ഉണ്ടെങ്കിൽ പൈസ അനുവദിച്ചു പോകും. അത്രേ ഉള്ളൂ. അതെന്തുകൊണ്ടായിരിക്കാം ഇവിടെ ടൂറിസം മേഖലയിലേക്ക് എന്ത് പൈസ കൊണ്ടുവന്നു എന്ന് രണ്ടാമതൊരു കാര്യം, 3 കോടി 10 ലക്ഷം രൂപയുടെ വികസനം ഇല്ലീഗലി ചെയ്തു. അത് മാണി സാർ അനുവദിച്ച് ഞാൻ എസ്റ്റിമേറ്റ് എടുപ്പിച്ച ഫണ്ടാണ് MLA ഉദ്ഘാടനം ചെയ്തത്. വർഷങ്ങൾക്ക് ശേഷം അത് നടപ്പിലാക്കുവാണ്. സാർ മരിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ വന്നയാൾ ഉദ്ഘാടനം ചെയ്തു. 3 കോടി 10 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. ആ അനുവദിച്ച പൈസ അത് MLA മാണി സി കാപ്പനാണ് ഉദ്ഘാടനം ചെയ്തത്. പക്ഷേ ഫണ്ട് അനുവദിച്ചതിൽ ആർക്കെങ്കിലും UDF പ്രതിനിധിക്ക് അവിടെ എടുത്ത എസ്റ്റിമേറ്റിനെക്കുറിച്ച് വിശദമായിട്ട് വിശദീകരിക്കാൻ ധൈര്യമുണ്ടെങ്കിൽ തയ്യാറാണ്. അന്ന് എന്തുകൊണ്ട് ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചില്ല? തുടങ്ങിയില്ല. പൈസ അനുവദിച്ചേ ഉള്ളൂ. പൈസ അനുവദിച്ച് അതിന്റെ തുടർച്ചയാണ് ഇവിടെ ഫണ്ട് അനുവദിക്കുകയും ഉദ്ഘാടനം നടത്തുകയും ചെയ്തത്. ആ എസ്റ്റിമേറ്റ് എടുപ്പിച്ചത് ഞാനാണ്. അന്ന് മാണി സാർ പറഞ്ഞു വിട്ട് എഞ്ചിനീയർമാരും കൂടി കൂടിയാണ് എടുത്തിരിക്കുന്നത്. 3 MLA എന്നതിൽ പാലായിൽ ഒരു പദ്ധതി, ഒരു ബൃഹത്തായ പദ്ധതി കൊണ്ടുവന്നുണ്ടെങ്കിൽ ഒന്ന് പറയാമെങ്കിൽ നല്ലതായിരുന്നു. 4 ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ തലനാട് കേന്ദ്രമായിട്ട് ബേബി പറഞ്ഞു കഴിഞ്ഞപ്പം ഒരു അയ്യമ്പാറ വിട്ടുപോയി. ആ അയ്യമ്പാറ കൂടി ഇട്ടു തലനാട് പഞ്ചായത്ത് ടൂറിസ്റ്റ് കേന്ദ്രമാണ്. ഇല്ലിക്കലുള്ള മാർമലരുവി അയ്യമ്പാറയും 3 ആയിരുന്നു. അത് മാണി സാറിൻ്റെ 2012 ബഡ്ജറ്റിൽ അത് നമ്മൾ കൊടുത്ത് വന്ന് 2012 16 കോടി 10 ലക്ഷം രൂപ ഇല്ലിക്കലിനും 6.25 കോടി മാർമലരുവിക്കും 3 കോടി അയ്യമ്പാറയ്ക്കുമാണ് കൊടുത്തത്. അങ്ങനെയാണ് ഏറ്റവും ആദ്യം. ആ ഒരു ആദ്യത്തെ ബഡ്ജറ്റിൽ തന്നെ ചോനമൽ റോഡ് അങ്ങനെ 3-4 റോഡും കൂടെ ഇവിടെ കയറി വന്നു. ഇവിടെ ചേട്ടൻ്റെ അഭിപ്രായ പ്രകാരം MLAയും ഇവിടെയുള്ള മേഖലയായതുകൊണ്ട് ഇവിടെ വികസന പ്രവർത്തനം കാര്യമായ രീതിയിൽ നടന്നിട്ടില്ല. ഇല്ല. UDF പ്രതിനിധി പറയുന്നതൊക്കെ ശരിയല്ല എന്നുള്ളതാണ്. ഓക്കെ. ഇനി ആരാണ്? പിന്നീട് വരാം. ഇനി ആർക്കാണ് ചോദിക്കാനുള്ളത്? ചോദിക്കാനുള്ള ആൾക്കാർക്ക് ചോദിക്കാവുന്നതാണ്. ആരോടാണ് ചോദിക്കുന്നത്? ഞാൻ പൊതുവായിട്ടാണ് പറയുന്നത്. ഓക്കെ. അതായത് ഒരു നാടിൻ്റെ വികസനത്തിൽ നമ്മൾ രാഷ്ട്രീയ വിരോധം വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ഇപ്പോൾ രാഷ്ട്രീയ വിരോധങ്ങളുണ്ടോ? ഉണ്ട്. അതിൻ്റെ ഭാഗമല്ല ഈ പറയുന്നത്. ഇപ്പോൾ പിന്നെ പഞ്ചായത്ത് ഭരിക്കുന്നത് LDF, കേരളം ഭരിക്കുന്നത് LDF. ഞാനിവരുടെ ആൾക്കാരോട് പറഞ്ഞു, ബഹുമാനപ്പെട്ട റിയാസ് മന്ത്രിയെ പോയി കണ്ട്, ടൂറിസം വകുപ്പ് മന്ത്രിയാണ്, ഇവർക്കൊക്കെ നേരെ കയറി ചെന്ന് കാണാവുന്നതാണ്, വികസനം വരുത്താമല്ലോ. പിന്നെ എൻ്റെ സുഹൃത്ത് പറഞ്ഞു, അദ്ദേഹം UDFിൽ മാണി സാറിൻ്റെ പാർട്ടിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. ഇപ്പോൾ അദ്ദേഹം ഇടതുപക്ഷത്താണ്. അന്ന് ഈ ജോസ് കെ മാണിയും മാണി സാറും എല്ലാവരും ഉൾപ്പെടെ കോടിക്കണക്കിന് രൂപ കൊണ്ടുവന്നു. അതിന് മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിച്ചത് ഈ ജോണിയാണ്. അതിനുശേഷം ഇവരെ കൊണ്ട് എന്തുകൊണ്ട് സാധിക്കുന്നില്ല? ഇപ്പോൾ ഇവിടെ ഒരു കടവഴ പാലം 3 പഞ്ചായത്തിലേക്കുള്ളതാണ്. അതിന് ഫണ്ട് അനുവദിച്ചിട്ട് പിന്നെ MLAയോടുള്ള വിരോധം കൊണ്ട് നടക്കുന്നില്ല. ഞാനിത് പൊതുവായിട്ട് പറയുന്നത്, ഞാനും ഒരു രാഷ്ട്രീയ വിശ്വാസിയാണ്. ഈ പഞ്ചായത്തിലേക്ക് അല്ല, ഞാനൊരു ഉദാഹരണം പറഞ്ഞോളൂ. അതുപോലെ മാർമല അരുവിക്ക് കാശ് അനുവദിച്ചതാണ്. ആ കാശ് എന്തുകൊണ്ട് ഇവിടെ ചെലവഴിപ്പിക്കാൻ സാധിക്കുന്നില്ല? ഇതാണ് ഞാൻ പറഞ്ഞ കാര്യം. പൊതുവായിട്ടുള്ള കാര്യമാണ്. രാഷ്ട്രീയ വൈരാഗ്യം മാറി ഒന്നിച്ച് പ്രവർത്തിക്കണം. ഭരണം മാറി മാറി വരും. ഓക്കെ, തീർച്ചയായിട്ടും ഒരു മറുപടി. ഓക്കെ. മാർമല അരുവി റോഡ് നടക്കാത്തതിൻ്റെ കാരണം വെച്ചാൽ അത് തീക്കോയി എസ്റ്റേറ്റിലൂടെയാണ് കടന്നു പോകേണ്ടത്. 6.25 കോടി രൂപ അനുവദിച്ചു. 1 കോടി 20 ലക്ഷം രൂപയ്ക്ക് ചാമപ്പാറ പാലം പടുത്തു. ആ പാലത്തിൽ ചെന്ന് നോക്കിയാൽ നടുക്ക് തൂണില്ല. തൂണ് നാട്ടാൻ നിർവാഹമില്ല. അത് ആറിന് പറഞ്ഞാൽ തീക്കോയി തലനാട് പഞ്ചായത്തുകളാണ്. അതുകൊണ്ട് തലനാട് പഞ്ചായത്തിൽ റെസൊല്യൂഷൻ പാസ്സാക്കി, തീക്കോയി അന്ന് അമ്മണി തോമസാണ് പ്രസിഡന്റായിരിക്കും, അമ്മണിയെ വിളിച്ച് പറഞ്ഞ് അവിടെയും റെസൊല്യൂഷൻ പാസ്സാക്കി നടുക്ക് തൂണില്ലാതെ പാലം ഉണ്ടാക്കി. ബാക്കി വെച്ചാൽ പാറയ്ക്കാരും കൊട്ടുകാപ്പള്ളിയായിട്ട് റവന്യൂ കേസ് നടക്കുന്നതുകൊണ്ട് യാതൊരു കാരണവശാലും മുന്നോട്ട് പോകാൻ അദ്ദേഹം പറഞ്ഞത് 6 കലുങ്ക് അതിനകത്ത് പണിതിട്ട് അന്നേരത്തേക്ക് സ്റ്റേ ആയിപ്പോയി. ഇദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ സ്റ്റേ വന്നെങ്കിൽ പോലും രാഷ്ട്രീയപരമായിട്ട് സംസ്ഥാന ഭരണവും നിങ്ങളുടെ കയ്യിൽ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇതൊക്കെ നടപ്പിലാക്കാൻ മേലെ അതിനകത്തൊരു പരിഹാരമൊക്കെ കണ്ടെത്താൻ പറ്റത്തില്ലേ? വ്യക്തികൾ തമ്മിൽ എസ്റ്റേറ്റാണ്. എസ്റ്റേറ്റ് ഷെയർ ഹോൾഡേഴ്സ് തന്നെയാണ്. ഒരാൾ സംബന്ധിച്ചാൽ ബാക്കി 30 പേർ അംഗീകരിക്കില്ല. അതുകൊണ്ടാണ് പ്രശ്നങ്ങൾ കോടതിയിലാണ്. ശരി. ഓക്കെ, കേസ് കോടതിയില്ല. ഓക്കെ. അടുത്ത ആർക്കാണ് ചോദിക്കാനുള്ളത്? ചോദിക്കാനുള്ള ആളെ ചോദിക്കാം. ആരോടാണ് ചോദിക്കാന്നുള്ളതല്ല, ഞാൻ 1-ാം വാർഡിലെ മെമ്പറാണ്. ഓക്കെ. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് പറയേണ്ടി വരുന്നത്. ഏറ്റവും വിഷമം ഉള്ള ഒരു വാർഡാണത്. ഞാൻ അവിടെ മെമ്പറായിട്ട് വരുമ്പോൾ നടക്കാൻ പോലും വഴിയില്ല. എന്തായാലും വഴിയെല്ലാം ആയി. അത് കഴിഞ്ഞ് അവിടെ 2009 ആ റോഡ് PWDയിൽ ഉൾക്കൊള്ളിച്ചു. അത് കഴിഞ്ഞിട്ട് അത് 259-ാമത്തെ നമ്പറായിട്ടാണ് കിടന്നത്. അതുകൊണ്ട് അന്ന് മാണി സാർ ഇവിടെയുണ്ട്. സാറിൻ്റെ അടുത്ത് ചെന്നപ്പോഴും മുൻഗണന മറ്റു റോഡുകൾക്കായിരുന്നു. ആ സമയത്ത് അവിടെ PMGSY വരുന്നു. PMGSY അതിന് മുമ്പ് വന്നതാണ്. പക്ഷേ നമ്മുടെ മലയോര മേഖലകളിൽ നടപ്പിലാക്കാവുന്ന വിധത്തിലല്ല അതിൻ്റെ എസ്റ്റിമേറ്റ്. അതുകൊണ്ട് ആരും വർക്ക് എടുക്കുകയില്ലായിരുന്നു. അന്ന് UDFിൻ്റെ ഗ്രാമവികസന വകുപ്പ് മന്ത്രി KC ജോസഫ് ഈ കോൺട്രാക്ടർമാരെ വിളിച്ച് ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ട് ഇവിടെ ഇത് നടപ്പിലാക്കുന്നില്ല? അപ്പോൾ ഈ വിഷമം പറഞ്ഞപ്പോൾ 40%
എബോവ് കൊടുത്താണ് ഇതെല്ലാം എടുത്തത്. അന്നും ആ റോഡ് ശരിക്കും പറഞ്ഞാൽ മൂന്നലവ് പഞ്ചായത്തിലെ ചൊവ്വൂർ എളത്തങ്കപ്പാറയായിരുന്നു. അവരത് നടത്തുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ബ്ലോക്കിലിരിക്കുന്ന സമയത്ത് അത് തലനാട് പഞ്ചായത്തിലാക്കി. അങ്ങനെയാണ് പിന്നെ അത് ചെയ്യാൻ വന്നത്. ചെയ്യാൻ വന്ന സമയത്ത് അതിലെ ലൈൻ പോകില്ല എന്ന് എൻജിനീയർമാർ പറഞ്ഞിട്ട് അവിടെ കുറേ പേർക്ക് അതിലെ പോയേ പറ്റൂ. എന്തുകൊണ്ടാണ് ഫീസിബിൾ അല്ലായിരുന്നു? എന്നിട്ട് പിന്നെ അത് കഴിഞ്ഞ് അവരുടെ ചീഫ് എഞ്ചിനീയർ വന്ന് അതവിടെ നിർത്തിവെച്ചു. അപ്പോൾ ഇത് PWDയിലുള്ള റോഡായിരുന്നതുകൊണ്ട് 2020 അന്നിവിടെ PS ബാബുവാണ് പ്രസിഡന്റ്. മാണി സി കാപ്പൻ അന്ന് MLA LDFിൻ്റെ MLA ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നടക്കില്ല എന്ന് വന്നപ്പം 2020 നവംബർ 20 1.5 കോടി രൂപ അന്ന് അനുവദിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇലക്ഷനായി നടന്നില്ല. പിന്നെ ഞാൻ മെമ്പറായിട്ട് അവിടെ വരുന്നു. ആ സമയത്ത് PWDക്കാരെ കാണുമ്പോൾ അവിടെ PMGSY ഉള്ളതുകൊണ്ട് അവർ ചെയ്യില്ല, ഒരറ്റത്തേ ഉള്ളൂ. പക്ഷെ അവിടെ നന്നാക്കാനാണ് നമ്മൾ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ ഇവർ പിന്നെ ഈ ഫണ്ട് അനുവദിച്ചതിൻ്റെ എസ്റ്റിമേറ്റ് എടുത്ത് വെച്ചത് എങ്ങനെയാണെന്നറിയോ? 7.5 കിലോമീറ്റർ നീളം അന്നുണ്ടായിരുന്നു. ഇവിടെ തൊട്ടാണ് റോഡ് വന്നിരുന്നത്. പക്ഷേ അത് കഴിഞ്ഞ് പിന്നെ കാളക്കൂട് ഭാഗത്തേക്ക് അത് മാറ്റിയപ്പോൾ 5.5 കിലോമീറ്റർ. ഈ 1.5 കോടിയും 5.5 കിലോമീറ്ററിലും മെയിൻ്റെനൻസ്, അതുകൊണ്ട് തീരില്ല എന്നുള്ള അറിയാം. അപ്പം തുടക്കവും ഒടുക്കവും ഉള്ള ഭാഗം ടാറിങ് മെയിൻ്റെനൻസ് 1 കോടി രൂപ ചൊവ്വൂര് ഭാഗത്തേക്ക് 3-4 കലുങ്ക് പണിയാണ്. അപ്പോൾ ഇവർ മാറി കഴിഞ്ഞിട്ടേ ചെയ്യുള്ളൂ. അപ്പോൾ അവരെ മാറ്റാൻ വേണ്ടി പറയുകയും എന്തായാലും MLA ഉത്സാഹം എടുത്ത് നേരിട്ട് തന്നെ ഇവിടെ ഡൽഹിയിൽ പോയി അതിൻ്റെ അനുവാദം മേടിച്ചു കൊണ്ടുവന്ന് ഇതിൻ്റെ ടെൻഡർ നടത്തി 22 ടെൻഡർ വിളിച്ച് എഗ്രിമെൻ്റ് വെച്ചു. പക്ഷേ ആ എടുത്ത കോൺട്രാക്ടർ പറഞ്ഞു നമുക്ക് കൂടുതൽ ഫണ്ട് മേടിക്കാം, അല്ലാതെ തീരെ. അപ്പോൾ ഭരണമുള്ളതുകൊണ്ട് നടക്കുമെന്ന് വിചാരിച്ചു. ആ കോൺട്രാക്ടർക്ക് സാധ്യമല്ലായിരുന്നതിൻ്റെ കാരണം അതാണ് ഞാൻ പറഞ്ഞത്. PWDക്കാർ ശരിക്കും നമ്മളെ പറ്റിച്ചു. ഇങ്ങനെ മൊത്തം എടുക്കുമ്പം ആ മൊത്തമുള്ള വർക്ക് നടക്കണം. മാത്രമല്ല ആ രൂപ ഉപയോഗിച്ചതിന് ശേഷമേ കൂടുതൽ ഫണ്ട് തരുള്ളൂ. അത് ചെയ്യാനും പറ്റുന്നില്ല. അപ്പം ഇവിടെ പ്രസിഡന്റ് പറഞ്ഞ് പല പ്രാവശ്യം DPR എസ്റ്റിമേറ്റ് എടുത്ത് നമ്മൾ ഒരുപാട് മുന്നോട്ട് പോയി. അതിൻ്റെ ഇടയ്ക്ക് അവിടെ ഉരുളും വന്നു. താങ്കൾ അവിടെ പോയി കണ്ടതാണത് അല്ലേ? അതുകൊണ്ട് പക്ഷേ ആ ഉരുളിൻ്റെ പൈസ ഈ PWD റോഡായതുകൊണ്ട് അവർ തന്നില്ല. എന്തായാലും ഇവിടുന്ന് പഞ്ചായത്തിൽ നിന്ന് ഞങ്ങൾ അയച്ചു, നേരിട്ട് അയച്ചു. ആ 2 ഭാഗത്ത് താമസിക്കുന്ന വ്യക്തികളാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഫണ്ട് തരാതിരിക്കുന്നത്? എന്താ എനിക്ക് തോന്നുന്നു പക്ഷാഭേദപരമായിട്ടായിരിക്കും, രാഷ്ട്രീയപരമായിട്ടുള്ള ഞാനങ്ങ് കരുതുന്നു. അതിനൊരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പോഴത്തെ ഇത് പറഞ്ഞു തീരട്ടെ. അപ്പം അങ്ങനെ വന്ന് അവസാനം അപ്പോഴത്തേക്ക് ഇതിങ്ങനെ റോഡ് ഒന്നിനൊന്നിന് കേടുവരിക. അതിൻ്റെ ഇടയ്ക്ക് ഈ കോൺട്രാക്ടർ പണിയാൻ തയ്യാറായി സാധനങ്ങൾ അവിടെ ഇറക്കി. എൻ്റെ നാട്ടുകാരുടെ ശല്യം കൊണ്ട് തന്നെയാണ്. അപ്പോൾ അവിടെ ഇരുന്ന് പറയുന്നു ജലജീവൻ മിഷൻ വരുന്നതുകൊണ്ട് ഇവിടെ പണിയണ്ട. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ വാർഡിൽ ഇതിവിടെ സപ്ലൈ ലൈൻ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് അത് 2-3 വർഷം കഴിഞ്ഞേ വരുള്ളൂ, അതിന് മെനക്കെടേണ്ട കാര്യമില്ല, ഈ വർക്ക് നടക്കട്ടെ. അവർ സമ്മതിച്ചില്ല. എന്നിട്ട് ആ ഇറക്കിയതെല്ലാം എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു. പിന്നീട് ജലജീവൻ മിഷനെ കുറ്റം. പക്ഷേ ഇത് ചെയ്യാൻ വേണ്ടി കോൺട്രാക്ടർ എന്ത് ചെയ്തു? ആ റോഡ് മുഴുവൻ വെട്ടിപ്പൊളിച്ച് ചെയ്യാനുള്ള രീതിയിലാക്കിയിട്ടിരുന്നു. പക്ഷേ പിന്നെ അവിടെ ഫണ്ട് ഉപയോഗിക്കാത്തതുകൊണ്ട് കുണ്ടും കുഴിയായിട്ട് കിടന്നു. ജലജീവൻ മിഷനെ കുറ്റം പറഞ്ഞു. ജലജീവൻ മിഷനല്ല, അവർ വർക്ക് തീർത്തിട്ട് പോയി, അവരത് കൈമാറുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ ഇതിൻ്റെ ഫണ്ടിൻ്റെ കാര്യം ഇപ്പോഴത്തെ അവസ്ഥ പറയാം. 2 ഭാഗത്തെയും ടാറിങ്ങിന് വേണ്ടി മാത്രമാക്കിയിരിക്കുകയാണ്. 1.5 ലക്ഷം രൂപയെ. ഇതിൻ്റെ ഫയൽ ഫിനാൻസിൽ ഇരിക്കുകയാണ്. ആ റിവൈസ് ചെയ്ത് എസ്റ്റിമേറ്റ് ഒപ്പിട്ടാൽ ഇദ്ദേഹത്തിന് ചെയ്യാം. പക്ഷെ ഞാൻ കരുതുന്നു ചെയ്യാൻ പറ്റും. പക്ഷെ ഞാൻ കരുതുന്നതും അവിടുത്തെ ജനങ്ങൾ കരുതുന്നതും UDF MLA ആയതുകൊണ്ടും ഞാനൊരു UDF മെമ്പർ ഉള്ളതുകൊണ്ടും UDF MLAമാരുടെ ഭാഗത്തുകൾ ഉള്ള വർക്കുകൾക്കൊന്നും സൈൻ ചെയ്യുന്നില്ല. അങ്ങനെ അവിടെ ഇരിക്കുന്നതാണ് ഇതിൻ്റെ ആ ഒരു ആരോപണമാണ്. പ്രസിഡന്റിനോട് അതിനൊരു മറുപടി കൊടുക്കേണ്ടതുണ്ട്. ഒരു UDF MLA ഉണ്ട്, UDF വാർഡ് ആണ്. അങ്ങനെ ഒരു ഫിനാൻസിൻ്റെ മേശപ്പുറത്തിരിക്കുന്ന ഫയൽ ഒപ്പിട്ടാൽ തീരുന്ന വിഷയമേ ഉള്ളൂ. എന്തുകൊണ്ടത് നടക്കുന്നില്ല? അതിനെക്കുറിച്ചുള്ള ഒരു ബോധമുണ്ടോ? 2021 തൊട്ട് 25 വരെ ഇന്നേ വരെ ഒരു UDF മെമ്പർമാരെ ഞങ്ങൾ മാറ്റി നിർത്തിയിട്ടില്ല. ഒരു പഞ്ചായത്തിലൊരു ഫണ്ട് വന്നാൽ തുല്യമായിട്ട് അവർക്കും തുല്യമായിട്ട് തന്നെ വീതിച്ചാണ് കൊടുക്കുന്നത്. പിന്നെ ഒപ്പിടുന്ന കാര്യം കഴിഞ്ഞ ആഴ്ചയാണ് എന്നോട്
നമ്മുടെ മെമ്പർ പറഞ്ഞു ഇങ്ങനെ ഫൈനാൻസിൽ ഇരിക്കുവാണ്, അത് ഒപ്പിട്ടിട്ടില്ല, മെമ്പർ പോയി എന്ന് പറഞ്ഞത്. അപ്പോൾ തന്നെ ഞാനിത് ഞങ്ങളുടെ പാർട്ടിയിൽ പോയി കത്തും മേടിച്ചത് കൊടുക്കാൻ തയ്യാറായിട്ട്, അതായത് 13-ും 14-ാം തീയതി ഞങ്ങൾക്ക് തിരുവനന്തപുരം പോകേണ്ട അത്യാവശ്യമുണ്ട്, ആ സമയത്ത് കൊടുക്കാമെന്ന് തന്നെ ഞാൻ പാർട്ടിയിൽ തന്നെ പറഞ്ഞിട്ടിരിക്കുന്നു. അങ്ങനെ ഒരു വിവരം കിട്ടിയിട്ടുണ്ടോ? ഇല്ലില്ല, അവരോട് പറഞ്ഞിട്ടില്ലല്ലോ. നമ്മൾ നമ്മളിത് നേരത്തെ പറയണ്ട, പക്ഷേ ഇവർക്കാർക്ക് അതിനകത്ത് ശുഷ്കാന്തി ഇല്ലായിരുന്നു. അതെന്തും ആവട്ടെ, പക്ഷേ ഇതാണ് അവിടുത്തെ ഇപ്പം BJP-യുടെ ആള് പറഞ്ഞല്ലോ ഇങ്ങനെ ആണ് കിടക്കുന്നതിൻ്റെ അവസ്ഥ ഇതാണ്. പക്ഷേ ഇത് നോക്കിക്കാണാം, ഇവർക്കൊക്കെ അവിടെ ഇറങ്ങിപ്പോകാൻ ഒരു വഴി പോലും ഇല്ല. പിന്നെ MLA ഈ താഴത്തൂടെ ഒരു റോഡുണ്ടായിരുന്നു, കഴിഞ്ഞ പ്രാവശ്യം 2 കോടി അനുവദിച്ചതായിരുന്നു. അന്ന് ഈ BJP-ക്കാരാണ് വിജിലൻസിൽ കൊണ്ട് എത്തിച്ച് ആ വർക്ക് നടത്തിച്ചില്ല. ഈ പ്രാവശ്യം അവരുടെ ലാലാജി എന്ന് പറഞ്ഞ ഒരാളാണ് അതിനകത്ത് ഒപ്പിട്ട് കൊടുത്തത്. ഇത് രണ്ടും ഈ പിന്നെ ചൊവ്വൂരുകാർക്ക് പ്രയോജനമുള്ള റോഡാണ്. അവരോടാണ് ഈ പോരെ. അത് ഈ പ്രാവശ്യം ഞാൻ വന്നതിന് ശേഷം വിജിലൻസിൽ നിന്ന് അഴിച്ചെടുത്ത് MLA-യുടെ ഫണ്ടും ട്രൈബലിൻ്റെ ഫണ്ടും കൊണ്ട് ആ റോഡ് ഞങ്ങൾ LDF-ഉം BJP-യും ഈ ഒരു വികസനത്തിന് തടസ്സം നിൽക്കുന്നുണ്ട് എന്നല്ല ഞാൻ പറഞ്ഞത്. അവർ ഈ പ്രാവശ്യത്തെ ഈ റോഡിന് ഇവർ തടസ്സമുണ്ട്. പക്ഷേ അന്ന് ഇവർ വിജിലൻസിൽ കൊടുത്തു. വിജിലൻസിൽ കൊടുത്തിട്ട് അന്നത്തെ ആ ഇവിടുത്തെ ഭരണസമിതിക്ക് അത് ചെയ്യാൻ പറ്റിയില്ല. പിന്നീട് ഞാനിവിടെ വരുമ്പം 30 ലക്ഷം രൂപയാണ് അതിൻ്റെ പേരിൽ എസ്റ്റിമേറ്റ് എടുക്കാതെ പോയത്. തീർച്ചയായിട്ടും ഒരാൾ കൂടെ ചോദിക്കാനുള്ളത്, ആരോടാണ് ചോദിക്കാനുള്ളത്? എനിക്ക് ഈ കോൺഗ്രസിൻ്റെ പ്രതിനിധിയോടെ ചോദിക്കാം. കോൺഗ്രസിൻ്റെ പ്രതിനിധി ഇവിടെ മാർമല അരുവിയെക്കുറിച്ച് സംസാരിച്ചു. അതായത് MLA കയറിയ ആ വർഷം തന്നെ മാർമല അരുവിക്ക് 1 കോടി രൂപ അനുവദിച്ചിട്ടുണ്ടെന്ന് പേപ്പർ വന്നു. ഞാൻ പേപ്പർ വായിച്ച ആളാണ്. പക്ഷേ ആ പൈസ പേപ്പറിലല്ലാതെ അവിടെ ഒരു വികസനവും നടത്താതെ ഇപ്പോൾ ചൊവ്വൂർ റോഡിൻ്റെ കാര്യം പറഞ്ഞു. ചൊവ്വൂർ റോഡിൻ്റെ 1.5 കോടി അനുവദിച്ചെങ്കിൽ അത് ചെയ്യിപ്പിക്കേണ്ടതാരാ? ഇവിടുത്തെ സ്ഥല MLA എന്നുള്ള നിലയ്ക്ക് MLA ആണ് അത് ചെയ്യിപ്പിക്കേണ്ടത്. MLA ഒരു നടപടിയും സ്വീകരിക്കാതെ ഇങ്ങനെ പേപ്പറിൽ കൂടെ 1 കോടി 2 കോടി 50 ലക്ഷം ഇങ്ങനെ പറയുന്നല്ലാതെ ആ പൈസ ഒന്നും ഇവിടെ വന്നിട്ടില്ല. 1 കോടി രൂപ മാർമല അരുവിക്ക് വേണ്ടി അനുവദിച്ച് പേപ്പറിൽ വന്നതാണ്. എന്ത് വികസന പ്രവർത്തനങ്ങൾ മൈക്കിൽ പറയാം? മൈക്കില്ല. ഇല്ലില്ല. എങ്ങനെ 1 കോടി രൂപ 1 കോടി രൂപ വന്നെന്ന് പേപ്പറിൽ ഞാൻ വായിച്ചതാ. ചൊവ്വൂരിനുണ്ട്. ഞാൻ പറഞ്ഞ മാർമല അരുവിയുടെ കാര്യം പറഞ്ഞത് അല്ല. മാർമല അരുവിക്ക് 1 കോടി രൂപ കൊടുത്തിട്ടുണ്ട്. അല്ലെന്നേ, മാർമലയ്ക്ക് MLA 1 കോടി കൊടുത്തെന്ന് പറഞ്ഞു. ആ പൈസ എൻ്റെ ഇപ്പം 1.5 കോടി രൂപ അവിടെ അനുവദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ചെയ്യിക്കണ്ടേ? MLA ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അതിനെക്കുറിച്ചുള്ള പഞ്ചായത്തിന് അറിയണമല്ലോ. MLA ഫണ്ട് ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട് 2021-25 വരെ ഒരു ഫണ്ടും അനുവദിച്ചു തന്നിട്ടില്ല. ഇല്ല. അപ്പം കോടികൾ അനുവദിച്ചിട്ടില്ല, പത്രത്തിൽ മാത്രം വന്നതേ ഉള്ളൂ. അത് പത്രത്തിൽ മാത്രം വന്നു. എന്താണ് പറയാനുള്ളത് UDF പ്രതിനിധിക്ക്? അതായത് MLA ഇവിടെ നമ്മുടെ മാർമല അരുവിയുടെ തലനാട് പ്രൊമോഷൻ കാണാൻ വന്നപ്പം അദ്ദേഹത്തോട് ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞു. അപ്പം പുള്ളി പറഞ്ഞു അതിൻ്റെ നിയമപരമായ നടപടി നോക്കിയിട്ട് എന്നെക്കൊണ്ട് പറ്റുന്ന തുക 1 കോടി രൂപ തരാൻ പറ്റുമെങ്കിൽ തരാം, സന്തോഷം. ആ കൂടത്തിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഉണ്ടായിരുന്നു, അദ്ദേഹം പറഞ്ഞു 25 ലക്ഷം രൂപ ഞാനും തരാമെന്ന്. അതും സന്തോഷം. പക്ഷേ രൂപ വന്നില്ല എന്നുള്ളത് വേറെ സത്യസന്ധമായ കാര്യമാണ്. അത് നാം തർക്കിക്കില്ല. പൈസ വന്നിട്ടില്ല അതല്ല, അതിനകത്തൊരു കാര്യമുണ്ട്. അതായത് MLA നമ്മുടെ ബഹുമാന്യ MLA-യും ഫ്രാൻസിസ് ജോർജ് MP-യും അവരിടപെട്ട് ഈ ടൂറിസം മേഖലയിലെ മൊത്തം ഡെവലപ്മെൻറ്റിന് സെൻട്രൽ ഗവൺമെൻറ്റിലോട്ട് പ്രോജക്റ്റ് കൊടുത്തിട്ടുണ്ട്. അത് നടപടിയായിട്ടില്ല. ചെറിയ തുകയല്ല. അപ്പോൾ അതിൻ്റെ കൊടുത്തിട്ട് അന്നേരം MLA പറഞ്ഞത് ആ ഫണ്ട് വരുമ്പോൾ എൻ്റെ ഈ 1 കോടി അങ്ങോട്ട് വെച്ചിട്ട് കാര്യം അത് കോടാനും രൂപ ഉണ്ട്. അതൊക്കെ ഭരണസമിതിക്ക് അറിയാമെങ്കിൽ അറിയാം, അറിയത്തില്ല എനിക്കറിയത്തില്ല. BJP പ്രതിനിധിക്ക് അറിയാമെങ്കിൽ അറിയാം, എനിക്കറിഞ്ഞുകൂടാ. കറക്റ്റായിട്ട് MLA-യുടെ ഓഫീസിൽ ഇരുന്ന് MLA ആയിട്ട് സംസാരിച്ച് ആ പ്രോജക്റ്റ് പോയിട്ടുണ്ട്. BJP പ്രതിനിധിക്ക് ഇതിനെക്കുറിച്ച് അറിയാമോ? കേന്ദ്രത്തിലേക്ക് ഇങ്ങനെ ഒരു പ്രോജക്റ്റോ അല്ലെങ്കിൽ പണം ലഭിച്ചതോ ലഭിക്കാത്തതോ ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് അറിയാമോ? അതിനെക്കുറിച്ച് എനിക്ക് പറയാനില്ല. ഇപ്പോൾ ഈ 1-ാം വാർഡ് മെമ്പർ പറഞ്ഞെനിക്ക് പറയാനുണ്ട്. ഇവിടെ ഈ ബാലവാടിയിൽ നിന്ന് ചൊവ്വൂർക്ക് വന്ന റോഡുമായി ബന്ധപ്പെട്ട കാര്യം, അത് BJP അതിന് തടസ്സം നിൽക്കുന്നു എന്ന് പറഞ്ഞതിനകത്ത് അടിസ്ഥാനരഹിതമാണ്. അത് BJP ലാലാജി എന്ന് വിളിക്കുന്ന ആൾ വ്യക്തിപരമായിട്ട് കൊടുത്ത ഒരു ആക്ഷേപമാണത്. അതിന് BJP ആണ് ആ പരാതി കൊടുത്തതെന്ന് എന്ന് ഈ ബഹുമാനപ്പെട്ട മെമ്പറിന് തെളിയിക്കാമെങ്കിൽ അത് തെളിയിക്കേണ്ട അത്യാവശ്യമാണ്. ലാലാജിയാണ് പരാതി കൊടുത്തിട്ടുള്ള ആൾ, അത് വ്യക്തിപരമായിട്ടാണ്. അയാൾ BJP പ്രവർത്തകനാണെന്ന് ശരിയാണ്, പക്ഷേ ആ പരാതി കൊടുത്തിരിക്കുന്നത് ലാലാജി M നാലാങ്കൽ എന്നുള്ള പേരിലാണ്. അത് നിഷേധിക്കാൻ പറ്റുമോ എന്ന് പറയും. വേറെ ഇനി ചോദിക്കാനുണ്ടോ? എൻ്റെ ചോദ്യത്തിന് ഞാൻ പറഞ്ഞ കാര്യം കറക്റ്റാന്ന് പറഞ്ഞല്ലോ. അപ്പം ഫണ്ട് അനുവദിച്ചിട്ടില്ല.
പറഞ്ഞിട്ടേ ഉള്ളൂ. ഫണ്ട് വന്നിട്ടില്ല. നടപ്പിലാക്കിയില്ലെന്ന് ഞാൻ പറഞ്ഞോളൂ. ഓക്കെ. ദൃശ്യ പോരാട്ടം 2025 നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആലപ്പാട് ഗോൾഡ്, പാല, മുണ്ടക്കയം, കറുകച്ചാൽ. കോ സ്പോൺസേർഡ് ബൈ മേരി ക്വീൻസ് ഹോസ്പിറ്റൽ, 26 മൈൽ, കാഞ്ഞിരപ്പള്ളി. സ്വർണം പണയം വെച്ചിട്ട് തിരിച്ചെടുക്കാൻ പ്രയാസപ്പെടുകയാണോ? അല്ലെങ്കിൽ ലേലത്തിൽ പോകുമോ എന്ന ആശങ്കയുണ്ടോ? കയ്യിലെ സ്വർണത്തിന് എവിടെ മികച്ച വില ലഭിക്കുമെന്നറിയാതെ വിഷമിക്കുന്നവരാണോ? അങ്ങനെയാണെങ്കിൽ ഉടൻ ആലപ്പാട് ഗോൾഡിലേക്ക് വിളിക്കൂ. നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾക്ക് മാർക്കറ്റിലെ അതാത് ദിവസത്തെ വില ഇവിടെ ലഭിക്കും. നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയതായാലും എത്ര പഴയതായാലും ആലപ്പാട് ഗോൾഡ് അന്നുള്ള ദിവസത്തെ മാർക്കറ്റ് വില നൽകി സ്വർണം തിരിച്ചെടുക്കുന്നു. GPay, RTGS, NEFT, ചെക്ക് എന്നിവയുടെ സൗകര്യവും ഉണ്ട്. പണത്തിന്റെ ടെൻഷൻ വേണ്ട. ആലപ്പാട് ഗോൾഡ് നിങ്ങളുടെ സ്വർണത്തിന് വിപണിയിലെ ഏറ്റവും ഉയർന്ന വില നൽകുന്നു. 2001 മുതൽ കേരളത്തിലെ നമ്പർ 1 ഓൾഡ് ഗോൾഡ് പർച്ചേസ് ഷോപ്പായ ആലപ്പാട് ഗോൾഡ് സാധാരണക്കാരെ സഹായിക്കാൻ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നു. ജനസേവനമാണ് നമ്മുടെ ലക്ഷ്യം. വിശ്വാസത്തോടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ വിൽക്കാൻ ആലപ്പാട് ഗോൾഡിനെ സമീപിക്കാം. ഞങ്ങൾ സ്വർണത്തിന് യഥാർത്ഥ മൂല്യം നൽകുന്നു. ഞങ്ങളുടെ സ്ഥാപനങ്ങൾ മുണ്ടക്കയം KK റോഡിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ അടുത്ത് അജ്ഫ ബേക്കേഴ്സ് ബിൽഡിംഗിലും കറുകച്ചാലിൽ മല്ലപ്പള്ളി റോഡിലുള്ള ഫെഡറൽ ബാങ്ക് ബിൽഡിംഗിലും പ്രവർത്തിക്കുന്നു. അതുകൂടാതെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും നമ്മുടെ സർവീസ് ലഭ്യമാണ്. സ്വർണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഇനി ചിന്തിക്കുമ്പോൾ ഞങ്ങളുടെ നമ്പറിലേക്ക് ഒരു ഫോൺ കോൾ മതി. ആലപ്പാട് ഗോൾഡ് നിങ്ങളെ സഹായിക്കാൻ നിങ്ങളുടെ അടുത്തെത്തും. ആലപ്പാട് ഗോൾഡ് എന്നും നിങ്ങളോടൊപ്പം. Mother soothes, Mother cares, Mother protects, Mother finds always reason to smile. Mother stands up for you for everything. Mary Queen's Mission Hospital, Kanirapalli, Kottayam. We care, God cures. ഇനി ആർക്കാണ് ചോദിക്കാനുള്ളത്? ചേട്ടൻ കുറച്ച് നേരമായല്ലോ. ചോദിച്ചോ. ആരോടാണ് ചോദിക്കാനുള്ളത്? ഭരണകർത്താക്കളോട്. ഓക്കെ, അടുപ്പിച്ച് പിടിച്ചോ. ഈ ഭരണസമിതി തുടങ്ങിയ പിന്നെ ഒരു 150 മീറ്റർ അകലമുള്ളൂ ഇവിടുന്ന് പഞ്ചായത്തും ജൂബിലി റോഡിൻ്റെ ആ ടോപ്പ് വരെ ഒരു 10-35 കുടുംബക്കാർ താമസമുണ്ട്. ഓരോ കുടുംബങ്ങളിലേക്ക് പോലും വെള്ളം കിട്ടാത്തൊരവസ്ഥ. 10-40 വർഷം മുമ്പിട്ട ഇരുമ്പ് പൈപ്പായിരുന്നു, അതെല്ലാം ദ്രവിച്ച് തുരുമ്പെടുത്തു പോയി. മിസ്റ്റർ PS ബാബു പ്രസിഡൻ്റായിരിക്കുമ്പം കൈക്കുഞ്ഞിനെ എടുത്തുകൊണ്ട് മുല കുടിക്കുന്ന പിള്ളേർ സഹിതം ഇവിടെ 10-35 പേര് ഞങ്ങൾ വന്ന് ധർണ നടത്തുക, ചോദിച്ചു നോക്കുക. 3 ദിവസം കഴിഞ്ഞപ്പം അവിടെ ഞങ്ങൾക്ക് കുറച്ച് വെള്ളം കിട്ടി. പക്ഷേ ഇപ്പോഴും ഈ തപ്പൻ്റെ കടയ്ക്കലും സോമൻ്റെ കടയുടെ മുകളിലും പാറരാജുവിൻ്റെ വീടിൻ്റെ വാതക്കലും വെള്ളം പൊട്ടി ഒഴുകിക്കൊണ്ടിരിക്കുക. ഞങ്ങൾക്ക് അവിടെ വെള്ളം കിട്ടുന്നില്ല. ഇതാണോ ഭരണനേട്ടം? KWEIക്ക് കേരള വാട്ടർ അതോറിറ്റിക്ക് ഇവർ എന്തെങ്കിലും ഒരു പ്രഷർ ചെലുത്തിയാലല്ലേ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു മറുപടി അതിന് എന്താണ് സംഭവിച്ചത്? ആദ്യം തന്നെ ഇവിടെ ജോയി പറഞ്ഞ കുടിവെള്ള പ്രശ്നമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ സൂചിപ്പിക്കാം. ഞാൻ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ജോയിയും അവിടെ നിന്നുള്ള ആളുകൾ ഇങ്ങനെ പരാതി പറയുകയും അതിന് പ്രകാരം നമുക്കറിയാമല്ലോ, നമ്മുടെ തലനാട്ടെ കുടിവെള്ള പദ്ധതി എന്ന് പറഞ്ഞാൽ 10-40ഓളം വർഷം പഴക്കമുള്ള ഒരു വളരെ പഴക്കമുള്ള കുടിവെള്ള പദ്ധതിയാണ്. അതിൻ്റെ അത് ഒട്ടേറെ പോരായ്മകളുണ്ടായിരുന്നു അതിന് ശേഷം വന്ന കാര്യങ്ങൾക്കൊക്കെ. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവർ പറഞ്ഞതിന് ശേഷം നമ്മൾ അന്നത്തെ ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെടുന്നു. അന്ന് MLA, ഇന്നത്തെ MLA അന്ന് LDFിലായിരുന്നു. വളരെ സ്വാധീനവും ബന്ധമുണ്ടായിരുന്നു. 75 ലക്ഷം രൂപയാണ് അനുവദിച്ചത്. 75 ആദ്യമേ 50 ലക്ഷം അനുവദിക്കുന്നു. അന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന വിനോജ് മെമ്പർ ഉണ്ടായിരുന്നു, സതീ വിജയൻ ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ ഒരുമിച്ച് കാണുന്നത്. 50 ലക്ഷം അനുവദിക്കുന്നു, എസ്റ്റിമേറ്റ് എടുക്കുന്നു. അപ്പം വന്നപ്പോഴത്തേന് 70 ആയി. ഉടനെ 70 ലക്ഷം അനുവദിച്ചത് ഉടൻ തന്നെ. എന്നിട്ടും തുക തികയാതെ വന്നുകൊണ്ട് 75 ലക്ഷം രൂപ അനുവദിച്ച് അതിൻ്റെ പ്രോജക്റ്റ് തയ്യാറാക്കുക, എസ്റ്റിമേറ്റ് തയ്യാറാക്കുക, ഒട്ടേറെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയുണ്ടായി. എന്നാൽ അപ്രതീക്ഷിതമായിട്ട് ജലജീവൻ മിഷൻ്റെ പ്രവർത്തനമായിട്ട് വരുന്നതുകൊണ്ട് ഗവൺമെൻറ് ആ പ്രോജക്റ്റ് അതുകൊണ്ടാണ് ആ 75 ലക്ഷം നമ്മുടെ പഞ്ചായത്തിൽ വിനിയോഗിക്കാൻ കഴിയാവുന്നതെന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. ഇപ്പം നിലവിലെ അവസ്ഥ എന്താണ്? വെള്ളം കിട്ടുന്നില്ല എന്നുള്ളത് പറയുന്നു, പൊട്ടി ഒലിക്കുന്നു എന്ന് പറയുന്നു. അതിനകത്തൊരു പരിഹാരം കണ്ടെത്താൻ നമ്മുടെ വാർഡ് മെമ്പർ ഇരിപ്പുണ്ട്, അദ്ദേഹത്തിന് അറിയാം. ഇപ്പോൾ നിലവിൽ പരമാവധി ഈ തലനാട്
ശുദ്ധജല വിതരണ പദ്ധതി എന്ന് പറയുന്നത് വാസ്തവത്തിൽ വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമാണ് പ്രയോജനപ്പെട്ടിരിക്കുന്നത്. അതിനകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ജൂബിലി റോഡും അതിൻ്റെ പരിസര പ്രദേശമാണെന്നുള്ളത് വസ്തുതയാണ്. ഇനിയും അതിൻ്റെ തീർച്ചയായിട്ടും നമുക്കറിയാമല്ലോ, ജലജീവൻ മിഷൻ്റെ പ്രവർത്തനങ്ങൾ സജീവമായിട്ട് വരികയാണ്. തലനാട് പഞ്ചായത്തിലെ മുഴുവൻ കുടുംബങ്ങളിലും വെള്ളം എത്തുന്നതിനുള്ള വലിയൊരു പ്രോജക്റ്റാണ്. എന്നത്തേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും? ഗവൺമെൻറ് പ്രോജക്റ്റ് അല്ലേ, നമുക്ക് ഡേറ്റ് ബേസിൽ നമുക്ക് വർത്തമാനം പറയാൻ പറ്റില്ല. എന്തായാലും ഒരു 2-3 വർഷത്തിനകം പണി തീർക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇപ്പോൾ വന്ന വർത്തമാനം പറഞ്ഞ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത നമ്മുടെ കൃഷ്ണചേച്ചി പറഞ്ഞ ചൊവ്വൂർ റോഡാണ്. എനിക്ക് അതിൻ്റെ അകത്ത് വേദനയോടെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ പഞ്ചായത്തിൽ 13 വാർഡ് മെമ്പർമാർ ജനപ്രതിനിധികളുണ്ട്. ഇത് ഒരേ ഒരു വാർഡിലെ ഒരേ ഒരു റോഡിന് മാത്രമേ പ്രശ്നമുള്ളൂ. നമ്മൾ പരിഹരിക്കണ്ടേ? വാർഡ് മെമ്പർ എന്ന നിലയ്ക്ക് അവർക്ക് കുറേ ഉത്തരവാദിത്വമില്ലേ? വാർഡ് മെമ്പർ പറഞ്ഞിരിക്കുന്നത് അതിനകത്ത് ഫയലുകൾ പെൻഡിംഗിൽ വെച്ചിരിക്കുന്നു പറഞ്ഞിരിക്കുന്നെങ്കിൽ ഇന്ന് ചേച്ചിക്ക് ഈ വിഷമം ഇവിടെ പറയേണ്ടി. അതിന് ഒരു മറുപടി പറയണം. വാർഡ് മെമ്പർ പറഞ്ഞിരിക്കുന്നത് മേശപ്പുറത്തിരിക്കുകയാണ്, അതിനകത്ത് നടപടി ഉണ്ടാക്കാനായിട്ട് സാധിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അതിനെന്ത് മറുപടിയാണ്? ഞാൻ പറഞ്ഞു വരട്ടെ. അന്ന് തീർച്ചയായിട്ടും കൃഷ്ണ ചേച്ചി ഇവിടെ സൂചിപ്പിച്ച പോലെ ഞാൻ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ കോവിഡ് കാലമായിരുന്നു. ഓൺലൈൻ മീറ്റിങ്ങിലാണ് ഈ ഫണ്ട് അനുവദിക്കാൻ തീരുമാനിച്ചത്. ഞാനുണ്ടായിരുന്നു, ചൊവ്വൂരിൽ നിന്ന് 2-3 പ്രതിനിധികളുണ്ടായിരുന്നു, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഉണ്ടായിരുന്നു, MLA ഉണ്ടായിരുന്നു, അന്നത്തെ പഞ്ചായത്ത് മന്ത്രി AC മൊയ്തീൻ സാർ അദ്ദേഹം ഉണ്ടായിരുന്നു. അന്നാണ് ഈ പൈസ അനുവദിച്ചത്. അതനുസരിച്ച് പിന്നെ ഇലക്ഷൻ വന്നു, കുറച്ച് ഡ്രോപ്പ് വന്നുള്ളതാണ്. വാസ്തവത്തിൽ അന്ന് അനുവദിച്ച പൈസ എന്ന് പറഞ്ഞാൽ 3 കലിങ്ക്, ഒരു കെട്ട്, റോഡ് കോൺക്രീറ്റിങ്, എലവുംപാറ കവല മുതൽ എലവുംപാറ വരെ ടാറിങ്, നരിമറ്റം ചോറ്, പാച്ച് വർക്ക്, ഈ തുകയ്ക്ക് ഇതിനായിരുന്നു പൈസ അനുവദിച്ചത്. പക്ഷേ ഏറ്റവും വലിയ രസമെന്ന് പറഞ്ഞാൽ 2010-15 കാലഘട്ടത്തിൽ ഇവിടെ ഈ സൂചിപ്പിച്ച പോലെ പ്രധാനമന്ത്രി PMGS പദ്ധതി പ്രകാരം അനുവദിച്ച കാശ് കൊണ്ട് ഈ രാജ്യത്തൊരിടത്തും ഇത്രയും ചെരുവിൽ റോഡ് പണിയല്ല. നമ്മൾ അന്വേഷിച്ച് നോക്കിയോ, ചൊവ്വൂർക്ക് ഈ റോഡ് പണിയുന്നതിന് മുമ്പ് ഓംനി വൺ താഴെ ഇറങ്ങുമായിരുന്നു. ഈ റോഡ് പണിതതിന് ശേഷം മനുഷ്യന് പോലും ഇറങ്ങിപ്പോകാൻ പറ്റിയല്ല. എന്തുകൊണ്ട്? അന്നത്തെ ഭരണകർത്താക്കൾ വേണ്ട സമാധാനം പറഞ്ഞത്. വേറെ ആരാ പറയേണ്ടത്? അതിന് ശേഷം വന്നവരാണ് പറയേണ്ടത്. ഒരു 15 ആൾ പൊക്കത്തിൽ വലിയ കെട്ടും കെട്ടി മനുഷ്യന് പോയിട്ട് ഒരു മൃഗങ്ങൾക്ക് പോലും പോകത്തില്ലാത്ത രീതിയിൽ അവിടെ ആക്കി വെച്ചതിൻ്റെ ഉത്തരവാദിത്വം അന്നത്തെ ഭരണസമിതിയാണ്. അതിന് ശേഷം വന്ന ഭരണസമിതി ആണ് ഈ ഫണ്ട് അനുവദിക്കുകയും അതിനുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോഴും അനുവദിച്ച തുക അപര്യാപ്തം എന്നതിലേക്ക് ഇവിടെ സൂചിപ്പിച്ച പോലെ സംഭവം ശരിയാണ്. ആ ഫണ്ട്, ആ തുക, അതായത് റേഡിയൻ്റ് എന്ന് പറയുന്ന സാങ്കേതികമായ വിഷയങ്ങളാണ്. ചെരിവ്, അതായത് ഇപ്പം സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് അനുവദിക്കുമ്പോൾ അല്ലെങ്കിൽ PMGSയുടെ ഫണ്ട് അനുവദിക്കുമ്പോൾ ഇത്ര ഗ്രേഡിയൻ്റ് ഇത്ര ചെരിവിലായിരിക്കണമെന്ന് നിബന്ധനയുണ്ട്. ആ നിബന്ധന പാലിക്കാൻ ചൊവ്വൂർ മാർഗ്ഗമില്ല. അതുകൊണ്ടാണ് ആ ഫണ്ട് മാറ്റി ഇപ്പോൾ എലവുംപാറ വരെയും ചൊവ്വൂർ മുതൽ നരിമറ്റം മുതൽ ചൊവ്വൂർ വരെയും ടാർ ചെയ്യാനും സൈഡ് ഐരിഷ് ചെയ്ത് കോൺക്രീറ്റ് ചെയ്യാനും തീരുമാനിച്ച് വേണ്ടി നിലവിലെ ആ റോഡ് ഇത്രയധികം പണം മുടക്കിയിട്ടുണ്ട്. അവിടെ അതിനെ എന്തും ആക്കി മാറ്റാൻ പറ്റും? ആ റോഡ് എന്തായാലും സഞ്ചാരയോഗ്യമാക്കിയേ പറ്റുള്ളൂ. ആളുകൾക്ക് യാത്ര ചെയ്യണ്ടേ? എന്ത് ചെയ്യാൻ പറ്റും? അതിപ്പോൾ നമുക്ക് ജനങ്ങൾക്ക്, ചൊവ്വൂറുകാർക്ക് ഏക മാർഗം ആ റോഡേ ഉള്ളൂ. പിന്നെ ഒരു റോഡ് ബാലവാടി ചൊവ്വൂർ റോഡുണ്ട്. പക്ഷേ മുകൾ ഭാഗത്ത് താമസിക്കുന്നവർക്ക് ആ ഒരു റോഡേ ഉള്ളൂ. നമ്മൾ PMGSയുടെ പട്ടികവർഗ മേഖലയിലോട്ട് റോഡിൻ്റെ ലിസ്റ്റ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഇന്ന് തന്നെ അതിൻ്റെ ലിസ്റ്റ് പാസ്സാക്കി കൊടുക്കും. ഓക്കെ, ആ റോഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാൻ. ആ റോഡുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ 61 വയസ്സുള്ള ഒരു വ്യക്തിയാണ് ഞാൻ എൻ്റെ കുഞ്ഞുനാളിൽ എൻ്റെ മാതാപിതാക്കൾ അതിലൂടെ എടുത്തുകൊണ്ട് നടന്നത്. പക്ഷേ ഒരു ചുവട് വെച്ച് നടക്കാൻ പോലും ഇടമില്ലാതെ ഇരുന്ന ആ കാലഘട്ടത്തിൽ ഈ മെമ്പറുടെ അമ്മായിയച്ഛനാണ് ആ റോഡിന് അവിടെ ഒരു പാത നിരപ്പാക്കി കൊണ്ടുവന്നത്. അതിനുശേഷം ഇവിടെ ഈ മെമ്പർ തന്നെ ഇടപെട്ട് ആ റോഡ് കോൺക്രീറ്റ് ചെയ്ത്, ഇടയ്ക്കുള്ള സംഭവങ്ങളൊക്കെ കേട്ടല്ലോ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ആ റോഡ് കോൺക്രീറ്റ് ചെയ്ത് ചൊവ്വൂരിൻ്റെ ഏറ്റവും ടോപ്പിൽ ഒരു ആംബുലൻസ് വരെ ഇറങ്ങി വന്ന ഒരു സമയമുണ്ട്. അതിനുശേഷം ചില പാർട്ടി വിരോധികൾ, അങ്ങനെ തന്നെയാണ് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. കാരണം ഞാൻ ആ 1-ാം വാർഡിൻ്റെ ഊരുമോപ്പത്തി STയുടെ ഒരു പ്രതിനിധിയാണ്. കുറച്ച് പാർട്ടിയുമായിട്ടുള്ള ബന്ധപ്പെട്ട ചില വ്യക്തികൾ ആ റോഡ് അവിടെ ടാറിങ് ചെയ്യണമെന്ന് പറഞ്ഞ് കുത്തിപ്പൊള്ളിച്ചിട്ട് അവസാനം ഈ പറയുന്നത് പോലെ നടക്കാനും പറ്റത്തില്ല, ഒരു വണ്ടിയും വാഹനവും ഇറങ്ങി വരികയില്ലാത്ത അവസ്ഥയിലാക്കി തീർത്തതാണ്. പക്ഷേ ഇപ്പം എന്നിട്ട് റോഡില്ല എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് നടക്കുന്ന വ്യക്തികളുണ്ട്. എന്തുകൊണ്ടാണ് അവിടെ റോഡില്ലാതെ വന്നതെന്ന് ഇവിടെ ഈ 1-ാം വാർഡിലെ സകല വ്യക്തികൾക്കും അറിയാം, സകല പാർട്ടിക്കാർക്കും അറിയാം. അപ്പോൾ അതിനൊരു പ്രതിവിധിയായിട്ട് ആ റോഡ് യാത്രായോഗ്യമാക്കിയേ പറ്റത്തുള്ളൂ. ഓക്കെ, കേന്ദ്ര സർക്കാരിന്റെ ഫണ്ടുകളും അതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. എന്ത് ചെയ്യാനായിട്ട് സാധിക്കും ആ റോഡിന്? മെമ്പറുടെ ഭാഗത്തുനിന്ന് വന്ന വീഴ്ചയല്ല. ഈ മെമ്പറെ സംബന്ധിച്ച്
വർഷങ്ങളായിട്ട് ഈ ചൊവ്വൂർ 1-ാം വാർഡിന് വേണ്ടിയിട്ട് വളരെയധികം എവിടെയൊക്കെ പോകാമോ അത്രയെടുത്ത് പോയതാണ്. ഈ മെമ്പറിൻ്റെ കൂടെ പോയ വ്യക്തി ഞാനാണ്. ഇത് പാർട്ടിപരമായിട്ടല്ല, ഇതൊരു നാടിൻ്റെ ആവശ്യം മാത്രമാണ്. അത് സാധ്യമാക്കി തരണമെന്ന് ഞാൻ തീർച്ചയായിട്ടും. BJP പ്രതിനിധി, അതിനകത്ത് കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ടുകൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഇനി എന്ത് ചെയ്യാൻ, നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ടുകൾ ഏതാണ്ട് ഈ മോദിജി അധികാരത്തിൽ വന്നതിന് ശേഷം ഈ സംസ്ഥാനത്താകമാനം ഏതാണ്ട് 12,000 ലക്ഷം കോടി രൂപയോളം ഈ സംസ്ഥാന സർക്കാരിന് വിഹിതമായിട്ട് നൽകിയിട്ടുണ്ട്. ഈ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ടിയും റെയിൽവേ വികസനത്തിനും റോഡ് വികസനത്തിനും ഒക്കെ ആയിട്ട് നൽകിയിട്ടുള്ള പണമാണിത്, ആരോഗ്യ മേഖലയിലുമൊക്കെ. പക്ഷേ ഇത് പഞ്ചായത്തിൽ അധികാരത്തിലിരിക്കുന്ന ഭരണസമിതി അംഗങ്ങൾ അവർ നിർവഹിക്കേണ്ട കാര്യങ്ങളാണ്. ഈ കേന്ദ്ര ഫണ്ട് വിനിയോഗിക്കേണ്ട സമയത്ത് യഥാസമയത്ത് വിനിയോഗിക്കേണ്ട കാര്യം അവർ നിർവഹിക്കേണ്ട കാര്യമാണ്. ഈ ഫണ്ട് ലഭിക്കാത്തതിൻ്റെ പോരായ്മകളൊന്നും ഇല്ല. ഈ ലൈഫ് മിഷൻ്റെ അല്ല, ജലജീവൻ മിഷൻ്റെ കാര്യം ഇവിടെ പറഞ്ഞു. ജലജീവൻ മിഷൻ്റെ ഈ 13 പഞ്ചായത്തുകൾക്കായിട്ട് 4,300 കോടി രൂപ അവിടെ ലഭിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ അത് പാതി വഴിയിലാക്കി റോഡെല്ലാം കുത്തിപ്പൊളിച്ച് അത് ആ പൂർവ്വസ്ഥിതിയിലാക്കാൻ പോലും കഴിയാതെ കിടക്കുകയാണ്. ഇതിനൊക്കെ ആര് സമാധാനം പറയും? ഓക്കെ, അപ്പോൾ ഒരു സ്വാധീനമൊക്കെ ചെലുത്താനായിട്ട് സാധിക്കും അല്ലേ? ഓക്കെ. ഇനി ആർക്കാണ് ചോദിക്കാനുള്ളത്? ചോദിച്ചോളൂ. ആരോടാണ് ചോദിക്കുന്നത്? UDF പ്രതിനിധിയോടാണ്. ഓക്കെ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ തുടർച്ചയായി 10 വർഷം കേരളം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തലനാട് പഞ്ചായത്തും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ് ഭരണം നടത്തുന്നത്. കേരള സർക്കാരിൽ നിന്നും എല്ലാവിധ വികസന പ്രവർത്തനങ്ങൾക്കും ഉചിതമായ ഫണ്ടുകൾ നമ്മുടെ പഞ്ചായത്തിന് കൊടുക്കുകയും ആ ഫണ്ട് തുല്യമായി വീതിച്ച് എല്ലാ വാർഡുകളുടെയും വികസന പ്രവർത്തനം നടത്തുന്നതിന് ഇപ്പോൾ നിലവിലുള്ള പഞ്ചായത്ത് കമ്മിറ്റിയും ഇതിനു മുമ്പുണ്ടായിരുന്ന പഞ്ചായത്ത് കമ്മിറ്റിയും പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. വികസനത്തിന് കക്ഷിരാഷ്ട്രീയം നോക്കാതെ എല്ലാവരും തുല്യമായി കണ്ടുള്ള ഒരു ഭരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെയുള്ള ഭരണം ഇനിയും തുടരേണ്ടതുമാണ്. ചോദ്യം ആണോ? അതൊരു ഒരു മറുപടിയാണല്ലേ? ഓക്കെ. ചോദ്യമില്ല. ആർക്കാണ് ചോദിക്കാനുള്ളത്? ആരോടാണ്? ഓക്കെ. അതിനകത്ത് ചോദ്യമില്ല. അതാണ് വികസനത്തിന്റെ കാര്യം പറഞ്ഞല്ലോ, തുല്യമായിട്ട് വീതിച്ചു തന്നെന്നാണ് പറഞ്ഞത്. അതല്ല, തലനാട് പഞ്ചായത്തിൽ അങ്ങോളം ഇങ്ങോളം അതിഭയങ്കര വികസനത്തിന്റെ കാര്യം പറഞ്ഞു. അതിനൊരു മറുപടി പറയാം. ഓക്കെ, പെട്ടെന്ന് പറഞ്ഞു. അതായത് നമ്മുടെ തലനാട് പഞ്ചായത്ത് 10 വർഷം LDF ഭരിച്ചിട്ട് തലനാട് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം തലനാട് പഞ്ചായത്തിൽ തനത് ഫണ്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. തനത് ഫണ്ടുണ്ടെങ്കിൽ നമുക്ക് അത് ഏത് മേഖലയിലേക്ക് ആ ഫണ്ട് വിനിയോഗിക്കാം. തനത് ഫണ്ട് ഉണ്ടാക്കാനുള്ളൊരു പ്രോജക്റ്റ് ഈ ഭരിക്കുന്നവരുടെ തലച്ചോറിനകത്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ആരെങ്കിലും പറ. ഞാൻ പറയാം കൃത്യമായിട്ട്. തനത് ഫണ്ട് ഉണ്ടാക്കാനുള്ള പ്രോജക്റ്റ്, അതായത് നമുക്ക് ഈ തലനാട് സംബന്ധിച്ച മലമേലാണ്. മലകളിൽ പല തോടുകളുണ്ട്. ആ തോടുകളിലൊക്കെ നല്ല സ്ലോപ്പുള്ള സ്ഥലമുണ്ട്. ആ സ്ലോപ്പുള്ള സ്ഥലങ്ങളിൽ തലനാട് പഞ്ചായത്ത് ഏറ്റെടുത്ത മിനി ജലവൈദ്യുത പദ്ധതി ഉണ്ടാക്കിയാൽ അതിൽ നിന്നുണ്ടാകുന്ന കറണ്ട് ഇലക്ട്രിസിറ്റി എടുക്കും. മാങ്കുളം പഞ്ചായത്ത് ഇത് നടത്തിയിട്ടുണ്ട്. അങ്ങനെ എടുക്കുന്ന ഫണ്ട് തിരിച്ച് നമുക്ക് പഞ്ചായത്തിന് അതിൻ്റെ പൈസ പഞ്ചായത്ത് അക്കൗണ്ടിലോട്ട് വരും. പഞ്ചായത്ത് തനത് ഫണ്ടായി. അങ്ങനെ ഉണ്ടാക്കാനുള്ള 3 സ്കോപ്പുണ്ട്. 2 ഇവിടെ ഇഷ്ടംപോലെ സ്ഥലങ്ങൾ വെറുതെ കിടപ്പുണ്ട്. ഓക്കെ, നമുക്ക് അതിലേക്ക് വരാം. അത് അടുത്ത സെക്ഷനിലേക്ക് പോകേണ്ടതുണ്ട്. അതുകൊണ്ടാണ്. ഓക്കെ, ചോദിക്കാനുള്ളത് എനിക്ക് പറയാനുള്ളത്, എൻ്റെ അറിവിൽ ഈ തലനാട് പഞ്ചായത്തിൽ 25 ലക്ഷം രൂപ 2 വികസന പദ്ധതികൾക്ക് അനുവദിച്ചിട്ടുണ്ട്. പിന്നെ ടേക്ക് കെയർ ബ്രേക്ക് എന്ന് പറഞ്ഞ് ഉണ്ടാകാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ കമ്പോർട്ട് സ്റ്റേഷൻ പണിയുന്ന ഈ ടൂറിസം ഏരിയയിൽ ഇല്ല 2 മാസങ്ങളിലുള്ള ഈ പഞ്ചായത്ത് കമ്മിറ്റി എന്ത് ചെയ്തു എന്നൊന്ന് പറയണം. ഓക്കെ, പ്രസിഡന്റ്, എന്ത് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് അത്രയും ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട്? ടേക്ക് ഓഫ് ബ്രേക്ക് തലനാട് പഞ്ചായത്തിൻ്റെ 4-ാം വാർഡിലോ 1-ാം വാർഡിലോ 2-ാം വാർഡിലോ കൊണ്ടുവച്ചിട്ട് കാര്യമില്ല. അത് ടേക്ക് ഓഫ് ബ്രേക്ക് വെക്കേണ്ട സ്ഥലത്താണ്. അതെവിടെയാണ് വെക്കേണ്ടത്? ഇല്ലിക്കക്കല്ല് ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട് ചോനമല ഇല്ലിക്കക്കല്ലേ വെക്കണം. ചോനമല ഇല്ലിക്കക്കല്ലേ വെക്കുന്നത് UDFൻ്റെ വാർഡാണ്. UDFൻ്റെ വാർഡ് വെക്കണമെങ്കിൽ 3 സെൻറ്റ് നിലം മേടിച്ച് തരാനുള്ള പ്രാപ്തിയില്ല. 5 വർഷമായി വാർഡ് മെമ്പർ തന്നിട്ടുണ്ടോ? എന്തുകൊണ്ട് തന്നില്ല? പിന്നെ ഒരു കാര്യം പറയുന്നു, രണ്ടാമത് തന്നെ പറഞ്ഞേ, കംഫർട്ട് സ്റ്റേഷൻ അത് തന്നെയല്ലേ. അപ്പോൾ അത് ഞാൻ പറയുന്നില്ലേ, 1 സെൻറ്റ് സ്ഥലം നമ്മൾ റോഡിന് വേണ്ടി നമ്മുടെ പാവപ്പെട്ട ജനങ്ങൾ 1 സെൻറ്റ് സ്ഥലം 2 സെൻറ്റ് സ്ഥലമൊക്കെ വിട്ടു തന്നാൽ പോലും ഈ ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ടേക്ക് ഓഫ് ബ്രേക്കോ മറ്റേ മാലിന്യ സംസ്കരണവുമായിട്ട് ബന്ധപ്പെട്ട ഒരാൾ പോലും 1 സെൻറ്റ് സ്ഥലം തരത്തില്ല. പഞ്ചായത്തിൻ്റെ പദ്ധതിയിൽ നിന്ന് എടുത്ത് ഇതിനകത്ത് ഫണ്ട് ചെലവഴിക്കാനും പറ്റത്തില്ല. ഇപ്പം കോൺഗ്രസിൻ്റെ നേതാവ് നമ്മളോട് പറഞ്ഞു, എന്ത് ചെയ്തു? തനത് വരുമാനം എവിടെ? എത്രയോ ഉണ്ടാക്കി? UDF ഭരിക്കുന്ന കാലത്ത് എത്രയുണ്ടായിരുന്നു? 4 ലക്ഷം രൂപയുണ്ടായിരുന്നു. ഞാൻ കയറിയ സമയത്ത്
-6-ലാണ് നിന്നത്. ഇപ്പോൾ എത്രയുണ്ട് തനതുവന വരുമാനം? 10 ലക്ഷം രൂപയുണ്ട്. 5 വർഷം കൊണ്ട് 6 ലക്ഷം കൂട്ടാൻ കഴിയുന്നെങ്കിൽ അത് ഈ ഭരണസമിതി LDFിൻ്റെ ഒരു മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചത് കൊണ്ട് തന്നെയാണ്. അത് മാത്രമല്ല, ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഭാഗത്തെ വികസനമില്ലാത്തുള്ളൂ. 8-ാം വാർഡിൽ നിങ്ങൾ ചെന്ന് നോക്ക്, എത്ര കെട്ടിടങ്ങളുണ്ട് ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട്. പല ഭാഗത്തും നിങ്ങൾ ഇവിടെ നിന്ന് നോക്കിയാൽ കാണും മലമണ്ടൽ അതിൻ്റെ കെട്ടിടങ്ങളിരിക്കുന്നത്. അതിൻ്റെയൊക്കെ വികസന പ്രവർത്തനത്തിൻ്റെ അത് കെട്ടിടം പണിയുമ്പോൾ കിട്ടുന്ന ലാഭവിധം എല്ലാം ഇവിടെയാണ് അടയ്ക്കുന്നത് വർഷാവർഷം. അപ്പം നമ്മൾ വരുമാനമില്ല, പഞ്ചായത്തിൻ്റെ വരുമാനമില്ലെന്ന് 5 വർഷം ഞാൻ കയറിയപ്പം -10 ലക്ഷം രൂപ കടത്തിലാണ് മെമ്പർമാരിരുന്നത്. ഇന്ന് എല്ലാ മാസവും 2-ാം തീയതി വാർഡ് മെമ്പർമാർക്ക് ഓണററിയും കിട്ടുന്നുണ്ടെങ്കിൽ തനത് വരുമാനമില്ലേ? പഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളും പഞ്ചായത്തിൻ്റെ ഫണ്ടുകളില്ലാത്തത് കൊണ്ട് സർക്കാർ തന്നിരിക്കുന്നത് കഴിഞ്ഞ വർഷം തന്നെ 52 ലക്ഷം രൂപയാണ് നമുക്ക് തന്നിരിക്കുന്നത്. അതൊന്നും ഫണ്ടല്ലേ? അപ്പോൾ അത് മാത്രമല്ല, ഈ 5 വർഷം ഒരു വർഷം 52 ലക്ഷം രൂപ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നമ്മുടെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായിട്ട് നടത്താം. മെമ്പർമാരുടെ ഓണററിയൊക്കെ നടത്തിക്കൊണ്ട് പോകാൻ വേണ്ടി എല്ലാ വർഷവും മാർച്ച് ഏപ്രിൽ മാസത്തിൽ 42 ലക്ഷം 50 ലക്ഷമൊക്കെയാണ് സർക്കാർ തരുന്നത്. ഇതുകൊണ്ടൊക്കെയാണ് നമ്മുടെ പഞ്ചായത്ത് കഴിഞ്ഞു പോകുന്നത്. അത് മാത്രമല്ല, ഞാൻ ഒരാളോട് ടൂറിസം വികസനവുമായിട്ട് ബന്ധപ്പെട്ട് ഇച്ചിരി സ്ഥലം ചോദിച്ചു. അപ്പോൾ അവർ എന്നോട് പറഞ്ഞ ഒരൊറ്റ വാക്കുണ്ട്, ഈ ഭരണസമിതി കഴിയട്ടെ ഞങ്ങൾ കയറുമ്പോൾ തരാമെന്ന്. എന്തുകൊണ്ടാണ് തരുന്നത്? രാഷ്ട്രീയമില്ല ഇവിടെ. രാഷ്ട്രീയം ശരിക്കും ഉണ്ട്. ആ രാഷ്ട്രീയം കളിക്കുന്നിടത്തോളം കാലം നമ്മുടെ പഞ്ചായത്തിൽ വികസനം ഉണ്ടാകുകയില്ല. അത് മാത്രമല്ല, നമ്മുടെ പഞ്ചായത്തിൻ്റെ പല ഭാഗങ്ങളിലും സ്ഥലം കയ്യേറിയായിട്ടിരിക്കുന്നത് ഇല്ലിക്കക്കല്ല് ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട് പലരുടെയും കയ്യിലാണ്. ഇത് നമുക്ക് വില്ലേജിൽ പറഞ്ഞാൽ, അല്ല താലൂക്കിൽ പറഞ്ഞോ, കളക്ട്രേറ്റിൽ പറഞ്ഞാൽ ഈ സ്ഥലം തിരിച്ചു പിടിക്കാൻ അറിയാൻ മേലഞ്ഞിട്ടൊന്നുമില്ല. പക്ഷേ നമ്മുടെ ഏരിയയിൽ അയ്യമ്പാറ മുതൽ നമ്മുടെ ഏരിയയിലുള്ള സാധാരണപ്പെട്ട ജനങ്ങൾ എങ്ങനെയെങ്കിലും കഴിഞ്ഞു പോകട്ടെ എന്ന ഒരൊറ്റ കാരണത്താലാണ് തലനാട് പഞ്ചായത്ത് അതിലോട്ട് കൂടുതൽ തലയിടാത്തത്. ഓക്കെ, അപ്പം കയ്യേറ്റങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ പറഞ്ഞു, ചോദിച്ചു. ആരോടെ ചോദിക്കാനുള്ളത് പെട്ടെന്ന്? ഈ പറഞ്ഞ നേരത്തെ ബേബി ഇവിടെ സൂചിപ്പിച്ചു, തലനാട് പഞ്ചായത്തിലുള്ളവരുടെ തലയ്ക്കൊന്നും മൂളയില്ലെന്ന് പറഞ്ഞു. അത് ഏറ്റവും വിട്ടിത്തമാണ് ബേബി. അതുപോലെയല്ല, അതിൻ്റെ പകുതിയായാലും വിവരം മറ്റുള്ളവർ കൊണ്ടൊന്ന് ചിന്തിക്കുന്നത്. ദൃശ്യ പോരാട്ടം 2025 നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആലപ്പാട് ഗോൾഡ്, പാല, മുണ്ടക്കയം, കറുകച്ചാൽ. സ്പോൺസേർഡ് ബൈ മേരി ക്വീൻസ് ഹോസ്പിറ്റൽ, 26-ാം മൈൽ, കാഞ്ഞിരപ്പള്ളി. സ്വർണം പണയം വെച്ചിട്ട് തിരിച്ചെടുക്കാൻ പ്രയാസപ്പെടുകയാണോ? അല്ലെങ്കിൽ ലേലത്തിൽ പോകുമോ എന്ന ആശങ്കയുണ്ടോ? കയ്യിലെ സ്വർണത്തിന് എവിടെ മികച്ച വില ലഭിക്കുമെന്നറിയാതെ വിഷമിക്കുന്നവരാണോ? അങ്ങനെയാണെങ്കിൽ ഉടൻ ആലപ്പാട് ഗോൾഡിലേക്ക് വിളിക്കൂ. നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾക്ക് മാർക്കറ്റിലെ അതാത് ദിവസത്തെ വില ഇവിടെ ലഭിക്കും. നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയതായാലും എത്ര പഴയതായാലും ആലപ്പാട് ഗോൾഡ് അന്നുള്ള ദിവസത്തെ മാർക്കറ്റ് വില നൽകി സ്വർണം തിരിച്ചെടുക്കുന്നു. GPay, RTGS, NEFT, ചെക്ക് എന്നിവയുടെ സൗകര്യവും ഉണ്ട്. പണത്തിന്റെ ടെൻഷൻ വേണ്ട. ആലപ്പാട് ഗോൾഡ് നിങ്ങളുടെ സ്വർണത്തിന് വിപണിയിലെ ഏറ്റവും ഉയർന്ന വില നൽകുന്നു. 2001 മുതൽ കേരളത്തിലെ നമ്പർ 1 ഓൾഡ് ഗോൾഡ് പർച്ചേസ് ഷോപ്പായ ആലപ്പാട് ഗോൾഡ് സാധാരണക്കാരെ സഹായിക്കാൻ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നു. ജനസേവനമാണ് നമ്മുടെ ലക്ഷ്യം. വിശ്വാസത്തോടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ വിൽക്കാൻ ആലപ്പാട് ഗോൾഡിനെ സമീപിക്കാം. ഞങ്ങൾ സ്വർണത്തിന് യഥാർത്ഥ മൂല്യം നൽകുന്നു. ഞങ്ങളുടെ സ്ഥാപനങ്ങൾ മുണ്ടക്കയം KK റോഡിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ അടുത്ത് അജ്ഫ ബേക്കേഴ്സ് ബിൽഡിംഗിലും കറുകച്ചാലിൽ മല്ലപ്പള്ളി റോഡിലുള്ള ഫെഡറൽ ബാങ്ക് ബിൽഡിംഗിലും പ്രവർത്തിക്കുന്നു. അതുകൂടാതെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും നമ്മുടെ സർവീസ് ലഭ്യമാണ്. സ്വർണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഇനി ചിന്തിക്കുമ്പോൾ ഞങ്ങളുടെ നമ്പറിലേക്ക് ഒരു ഫോൺ കോൾ മതി. ആലപ്പാട് ഗോൾഡ് നിങ്ങളെ സഹായിക്കാൻ നിങ്ങളുടെ അടുത്തെത്തും. ആലപ്പാട് ഗോൾഡ് എന്നും നിങ്ങളോടൊപ്പം. Mother soothes, Mother cares, Mother protects, Mother finds always reason to smile, Mother stands up for you for everything. Mary Queen's Mission Hospital, Kanirapalli, Kottayam. We care, God cures. ഈ പറഞ്ഞ നേരത്തെ ബേബി ഇവിടെ സൂചിപ്പിച്ചു, തലനാട് പഞ്ചായത്തിലുള്ളവരുടെ തലയ്ക്കൊന്നും മൂളയില്ലെന്ന് പറഞ്ഞു. അത് ഏറ്റവും വിട്ടിത്തമാണ് ബേബി. അതുപോലെയല്ല, അതിൻ്റെ പകുതിയായാലും വിവരം മറ്റുള്ളവർ കൊണ്ടൊന്ന് ചിന്തിക്കുന്നത്.
ഒരു പദ്ധതി ഉണ്ടായെന്ന് വെച്ചാൽ ആരുടെയെങ്കിലും ഞാൻ പറഞ്ഞത് തലനാട് പഞ്ചായത്ത് മോളെ ഉള്ളവരുണ്ടോ എന്ന് വെല്ലുവിളിച്ചു. ബേബിയുടെ 50% മോളെ ബാക്കിയുള്ളവർക്ക് ഉണ്ടെന്ന് ബേബി കഴിഞ്ഞാൽ ബേബി വിട്ടിയല്ലെന്ന് ഞാൻ പറയും. എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്റെ ചോദ്യത്തിന് ആൻസർ പറഞ്ഞത് എന്റെ ചോദ്യം പറഞ്ഞല്ലേ ഈ MLA മാണി സി കാപ്പൻ ഇവിടുത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ എവിടെ പോയി ഞാൻ ചോദ്യം ചോദിച്ചായിരുന്നു. എവിടെ പോയെന്ന് മറുപടി പറ. എവിടെ പോയിരുന്നു? മാണി സി കാപ്പൻ നിയമസഭയിൽ എത്തിയില്ല എന്നാണ് പറയുന്നത്. നിയമസഭയിൽ ഇല്ല. ബഡ്ജറ്റ് അവതരിപ്പിച്ചാൽ ഞാൻ ചോദിക്കട്ടെ, പാലാലെ ജനങ്ങളോട് ബാധ്യതയില്ലേ? ഇവിടുന്ന് വോട്ട് പിടിച്ച ജനങ്ങളോട് മാപ്പ് പറയണ്ടേ ഇദ്ദേഹം? എവിടെ പോയി? ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോഴല്ല ബേബി മെമ്പറായിരുന്നല്ലോ. ഇവിടെ നമ്മൾ തലനാട് പഞ്ചായത്തിൽ ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പം ആ വാർഡിലെ മെമ്പറോ അല്ല ഈ മെമ്പർമാരില്ലാത്ത ഏതെങ്കിലും ബഡ്ജറ്റ് നടന്നിട്ടുണ്ടോ? അതിനുള്ള ഉത്തരവാദിത്വം ഈ MLA കാണിക്കണ്ടേ? ടൂറിസം മേഖലയിലേക്ക് എത്തുന്നുണ്ട്. നിങ്ങൾക്കറിയാമോ, തലനാട് പഞ്ചായത്ത് ചോനമല മേലെടുക്കം റോഡിലേക്ക് പുതിയൊരു കണ്ടുപിടുത്തം MLA കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഒരു 5-8 വീപ്പ കെട്ടിയിട്ട് വള്ളി വരി കെട്ടി വെച്ചിട്ടുണ്ട്. റോഡ് സൈഡിടിഞ്ഞ് പോയതാ. അത് കെട്ടാൻ പൈസ അനുവദിക്കാൻ MLA കൊണ്ട് സാധിച്ചില്ല. വർഷം എത്രയായി അവിടെ വീപ്പ വെച്ചിട്ട്? ഇതാരും കണ്ടില്ലേ? മേലെടുക്ക ചോനമല മേലെടുക്ക ഇല്ലിക്കൽ റോഡിൽ ടൂറിസ്റ്റ് 1000 വണ്ടി ദിവസം പോകുന്നുണ്ട്. അവിടെ ആ വീപ്പ വെച്ച് വികസനം കാണിച്ചിരിക്കുന്നത്. നിങ്ങൾ MLA അറിയിച്ചിരുന്നോ കാര്യങ്ങൾ? ഓക്കെ, ഭരണസമിതി അറിയിച്ചിരുന്നു. ഭരണസമിതി ഓക്കെ തരാം തീർച്ചയായിട്ടും തരാം. ഇപ്പൊ നിലവിൽ ഇന്നത്തെ ഓക്കെ ഒന്ന് പറഞ്ഞോ. ഇപ്പൊ നിലവിൽ കണ്ട കാര്യമാണ് ഞാനിപ്പോ പറഞ്ഞത്. ബഹുമാനായ MP ജോസ് കെ മാണി ഇവിടെ അനുവദിച്ച ഫണ്ടിനെ കുറിച്ചും കൂടെ പറയണമല്ലോ. അത് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളാനി ടോപ്പ് റോഡ് 15 ലക്ഷം രൂപ. ടോട്ടൽ എത്ര അനുവദിച്ചിട്ടുണ്ട്? ഏതൊക്കെ മേഖലയിൽ? റോഡിനാണ് കൂടുതൽ. വെള്ളാനി അമ്പൽ റോഡിന് 1,65,00,000 അനുവദിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അത് മുഴുവനായിട്ട് വിനിയോഗിക്കാൻ സാധിച്ചിട്ടുണ്ടോ? മുഴുവൻ വിനിയോഗിക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ വീണ്ടും വരാം. ആ ഒരു ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ട് ഓക്കെ. ബഹുമാനപ്പെട്ട ജോണി ചേട്ടൻ പറഞ്ഞു MLA ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ എവിടെയാണ്? കേരള നിയമസഭയിൽ വിവരാവകാശം വെച്ച് ചോദിക്കാം. എല്ലാ നിയമസഭാ സമ്മേളനങ്ങളും ബഡ്ജറ്റ് സമ്മേളനങ്ങളും MLA ഹാജരായിട്ടുണ്ട്. MLA അവിടെ പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലും ഒരു കാര്യം കിട്ടിയിട്ട് ഏതെങ്കിലും വാട്സപ്പിൽ മെസ്സേജ് കിട്ടിയിട്ട് അതുമായിട്ട് ഇങ്ങോട്ട് റോഡിന്റെ ഒരു കാര്യം റോഡിൽ ടാർ വീപ്പ വെച്ചിരിക്കുകയാണെന്നുള്ള ഇങ്ങോട്ട് തൊള്ളാൻ പറഞ്ഞ. പിന്നെ രണ്ടാമത് പുള്ളി പറഞ്ഞ റോഡിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. റോഡിന്റെ കാര്യങ്ങൾ ഇവിടെ ഈ LDF ഭരണസമിതി 50 വർഷമായിട്ട് തലനാട് ഭരിക്കുന്ന LDF ഭരണസമിതിയാണ്. ഈ LDF ഭരണസമിതിയിൽ ഇവർ ഇത്രയെല്ലാം കൊട്ടിഘോഷിക്കുന്നുണ്ട്, എല്ലാവരും പറയുന്നുണ്ട്. ഞാനൊന്നും പറയേണ്ടെന്ന് ഓർത്ത് വന്നതാണ്. പക്ഷേ ഞാൻ ഇത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. ഈ പഞ്ചായത്തിൻ്റെ ഓഫീസിൻ്റെ മേളിലോട്ട് നിങ്ങൾ കയറി നോക്കിയേ. നിങ്ങൾ ചാനൽ മൈക്കും ക്യാമറയായിട്ട് ഇപ്പോഴും നനഞ്ഞൊലിക്കുന്ന പഞ്ചായത്ത് ഓഫീസാണ്. എന്താ ഇവർക്ക് നന്നാക്കാൻ പറ്റില്ലേ? ഈ LDF അല്ല ഭരിക്കുന്നത്. പിന്നെ പഞ്ചായത്ത് ഓഫീസ്, ഈ പഞ്ചായത്ത് ഓഫീസിൽ ഒരു സ്ത്രീ ഒരു കുഞ്ഞിനെയായിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു സൗകര്യം ഉണ്ടോ അവർക്കൊരു സാധാരണ എല്ലാ പഞ്ചായത്തിലും ഇപ്പം പഞ്ചായത്തിൻ്റെ പുതിയ ആക്ട് ഉണ്ട്. ഒരു പഞ്ചായത്തിൽ കയറി ചെല്ലെങ്കിൽ റാമ്പ് വേണം. ഈ ഒരു പഞ്ചായത്തിൻ്റെ നട കയറി ഒരു വയ്യാത്ത ഒരാൾക്ക് കയറി ചെല്ലാൻ വേണ്ടി പറ്റുമോ? എന്തെങ്കിലും സംവിധാനം ഈ പഞ്ചായത്തിലുണ്ടോ? എന്തെങ്കിലും ഒരു സംവിധാനം ഈ പഞ്ചായത്തിൽ ഇതിനു വേണ്ടി ശ്രമിക്കാത്ത? ഈ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇവർ ഭരിക്കുമ്പോൾ ഇവരുടെ മുന്നണി ഉള്ളപ്പോൾ ഇവർക്ക് എന്താ ഇതിലേക്ക് പൈസ കിട്ടാത്ത? ആർക്കാ പൈസ കിട്ടാത്ത? എന്താ ഇത് ചെയ്യാൻ പറ്റാത്ത? ഇതല്ലേ ചോദ്യം. അല്ലാതെ ഇവർ പറയുന്നത് അത് ഞങ്ങൾ ചെയ്തു, ഇത് ഞങ്ങൾ ചെയ്തു, ഞങ്ങൾ അങ്ങനെ ചെയ്തു. 50 വർഷം കൊണ്ടാണ് 1-2 ദിവസമല്ല, 50 വർഷം ഭരിച്ചിട്ട് തലനാട് പഞ്ചായത്തിൽ ഒരു കമ്മ്യൂണിറ്റി ഹാൾ പോലും ഇല്ല, ഒരു മുറി പോലും ഇല്ല എന്ന് പറയുമ്പോൾ അത് നിങ്ങൾ എത്ര ശോചനീയമാണ് ഈ അവസ്ഥ എന്ന് ചിന്തിക്കുന്നത്. അതാണ് ഞങ്ങൾക്ക് ചോദിക്കാം. ഒരാളോട് ചോദിക്കാനുള്ളത്. ആരോടാണ് ചോദിക്കാനുള്ളത്? ആരുടെ ചോദ്യത്തിനുള്ള മറുപടിയാണ്? ഇപ്പം ബഹുമാനപ്പെട്ട പ്രസിഡന്റ് പറഞ്ഞു ചോനമല വാർഡിന്റെ മെമ്പറാണ് ഞാൻ. അവിടെ വികസനം ടേക്ക് എ ബ്രേക്ക് പണിയാനായിട്ട് സത്യമായിട്ടും എനിക്ക് സ്വന്തമായിട്ട് അവിടെ സ്ഥലമൊന്നുമില്ല. ഇച്ചിരി മുമ്പേ ഇവര് തന്നെ പ്രസംഗിച്ചല്ലോ റവന്യൂ ഭൂമിയാണ് അവിടെ മൊത്തം. പിന്നെ 1-2 തവണ സാറേ നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു ഓഫീസിൽ കയറി ഇറങ്ങിയ ഇനി വേണേ അവരിങ്ങോട്ട് വരും എന്ന് പറഞ്ഞിരുന്നിട്ടും കാര്യമില്ല. നമ്മൾ പുറകെ പോയാലേ കിട്ടുള്ളൂ. അവിടെ അതുപോലെ തന്നെ റോഡിന് സൈഡിൽ റോഡ് പണിയാൻ വേണ്ടി മണ്ണെടുത്ത ഒരു ഓലിയുണ്ട്. ആ ഓലി നന്നാക്കിയാൽ നമ്മുടെ തലനാട് പഞ്ചായത്ത് മുഴുവൻ കൊടുക്കാനുള്ള ജലമുണ്ട്. ഇതെല്ലാം കണ്ടുകൊണ്ടിട്ടും ഒന്നും ചെയ്യാതെ ഇരുന്നിട്ട് നമ്മൾ വാർഡ് മെമ്പർമാരെ മാത്രം കുറ്റം പറഞ്ഞുകൊണ്ടിട്ട് തലയുരിപ്പാൻ ഒരു രക്ഷയില്ല. അവിടെ സ്ഥലം നൽകാനില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അത് തന്നെയാണ് ഞാൻ ആദ്യം തൊട്ട് പറഞ്ഞ സ്ഥലമില്ലെന്ന്. അപ്പോൾ അത് ഞാൻ ആ ചോദ്യത്തിൻ്റെ മറുപടി കോൺഗ്രസിൻ്റെ പ്രതിനിധിയോട് തന്നെ കോൺഗ്രസിൻ്റെ പ്രതിനിധി തന്നെ അത് കേട്ടല്ലോ. തലനാട് പഞ്ചായത്ത് എന്തുകൊണ്ടാണ് ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട് വികസന പ്രവർത്തനങ്ങൾ നടത്താത്തതെന്ന് അതായത് UDFൻ്റെ വാർഡ് മെമ്പർ തന്നെ അത് പറഞ്ഞത് നന്നായി. കാരണം ഞാൻ പറഞ്ഞു നുണയാണെന്ന് വരും. പിന്നെ ഇവിടെ പഞ്ചായത്തിന് കെട്ടിടമില്ലെന്ന് അവിടെ ഒരു ക്ലാരിറ്റി വേണം, ഒരു ക്ലാരിറ്റി ഉണ്ടാവണം. അല്ലെങ്കിൽ അത്
ഒരു ക്ലാരിറ്റി പറഞ്ഞു. ഞാൻ എന്നാ പറഞ്ഞേ അതൊന്ന് പറഞ്ഞു തരാം ചേച്ചി. അതിന് മറുപടി പറയാൻ വേണ്ടിയിട്ട്. ഓക്കെ, പറഞ്ഞോ, ഒന്നുകൂടെ പറഞ്ഞോ. നമുക്ക് സ്വന്തമായിട്ട് അവിടെ സ്ഥലമില്ല എന്ന് പറഞ്ഞു. അതിന് മുമ്പ് പ്രസിഡന്റ് പറഞ്ഞു റവന്യൂ ഭൂമിയാണ് അവിടെ കിടക്കുന്ന, തൊട്ടടുത്ത് കിടക്കുന്ന സ്ഥലമെല്ലാം റവന്യൂ ഭൂമിയാണെന്ന് പറഞ്ഞു. റവന്യൂ ഭൂമിയാണെന്ന് നമുക്ക് കാര്യങ്ങൾ അറിയാം. ഇത് നമ്മൾ ഒരു തവണ പോയി ചെന്നിട്ട് റവന്യൂ ഭൂമി അധികാരത്തിലുള്ള ആൾക്കാരോട് ചോദിച്ചാൽ പോരാ. ഒരു തവണ പോയി, 2 തവണ പോയി, 3-ാം തവണ പോയി. അത് അതിന്റെ ഫോളോ അപ്പ് നടത്തുന്നില്ല, പ്രസിഡന്റ് നടത്തുന്നില്ല എന്നാണ് പറയുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ, ശരി. റവന്യൂ ഭൂമി അത് തിരിച്ചു പിടിക്കാനായിട്ട് അല്ലെങ്കിൽ അത് ഏറ്റെടുക്കാനായിട്ട് ഒരു ഫോളോ അപ്പ് നടത്തുന്നില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ഫോളോ അപ്പ് നടത്തുന്നില്ലെന്ന് അവർ പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല. പഞ്ചായത്തിൻ്റെ ഓരോ കമ്മിറ്റി തീരുമാനം എടുത്താൽ ഇതിൻ്റെ എന്തെല്ലാം കാര്യങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ടെന്ന് കൃത്യമായിട്ടും അറിയാം. കാരണം റവന്യൂവിൻ്റെ ഒരു അനുമതി ഇല്ലാതെ നമുക്കത് തൊടാൻ പറ്റത്തില്ല. അതുപോലെ PNGSYയുടെ റോഡാണ് മുകളിലോട്ടുള്ളത്. 5 വർഷം കഴിയാതെ PNGSY റോഡ് ജില്ലാ പഞ്ചായത്തിനോ വിട്ടുകൊടുക്കുകയില്ല. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഇരുപുറവും നമ്മളൊരു ഹരിത ഗേറ്റ് പണിയാൻ വേണ്ടി ഒരു സെൻറ്റ് സ്ഥലം വിട്ടു തന്നല്ലാതെ ഒരു വർക്ക് നടത്താനും അവർ സമ്മതിക്കത്തില്ല. അനുവാദം NOC തരികയില്ല. പിന്നെ നമ്മുടെ MLAയുടെ പ്രതിനിധി പറഞ്ഞു പഞ്ചായത്തിന് കെട്ടിടമില്ലെന്ന്. 1,70,00,000 ഒരു പ്രോജക്റ്റ് തയ്യാറാക്കി MLA ഓഫീസ് ചെയ്യാൻ കൊടുത്തതാണ്. അത് ഇതുവരെ പാസ്സാക്കി തന്നിട്ടില്ലെന്ന് ഒന്നാമത്തെ കാര്യം. പാസ്സാക്കി കൊടുത്തിട്ടില്ല. രണ്ടാമത്തത് ഇതിലെ ജനങ്ങൾക്ക് കയറാനുള്ള സൗകര്യമില്ലെന്ന് പറയുന്നുണ്ട്. ജനങ്ങൾക്ക് കയറാനുള്ള റാമ്പില്ല, വികലാംഗർക്ക് സംബന്ധിച്ച് നമ്മുടെ പഞ്ചായത്തിന്റെ ഫ്രണ്ടിൽ നിങ്ങൾക്ക് കാണാം 2 സൈഡും കിടക്കുന്ന NSSന്റെ പഞ്ചായത്തിന്റെ ഫ്രണ്ടിൽ കിടക്കുന്ന ആ ഒരു 2 കയ്യാൽ അപ്പുറത്തും ഇപ്പുറത്തും കിടക്കുന്ന കയ്യാലെ NSSന്റെയാണ്. പഞ്ചായത്തിന് അവിടെ ഒരു സ്ഥലമേ ഇല്ല. പിന്നെ റാമ്പ് വന്നിരിക്കുന്നത് പഞ്ചായത്തിൻ്റെ പുറകിൽ കൂടെ കയറാനുള്ള സൗകര്യമുണ്ട്. അത് കൃത്യമായിട്ടും പണിതിട്ടുണ്ട്. പിന്നെ മുലയൂട്ടൽ അമ്മമാർക്ക് റൂമില്ലെന്ന് പറഞ്ഞ് അത് കുടുംബശ്രീ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് തൊട്ടടുത്ത് അവിടെ റൂം നല്ല രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. എന്താ പറയാനുള്ളത്? സത്യം പറഞ്ഞാൽ ബഹുമാനപ്പെട്ട പ്രസിഡന്റിന് ഒരു നല്ല ക്ലാപ്പ് കൊടുക്കാൻ. കാരണം അവർ തന്നെ എല്ലാ കാര്യങ്ങളും വ്യക്തമായി പറഞ്ഞു. എന്നാന്ന് പറഞ്ഞാൽ സത്യമായിട്ട് അവരിപ്പോൾ പറഞ്ഞു എല്ലാ കാര്യവും, അതിൻ്റെ അകത്ത് എല്ലാ കാര്യങ്ങളും ഉണ്ട്. കാരണം ഇത്ര നേരം ചർച്ച ചെയ്തതെല്ലാം വെറും കാര്യങ്ങളാണെന്നുള്ളത് പ്രസിഡന്റ് തന്നെ പറഞ്ഞു തന്നതിന് പ്രസിഡന്റിന് വളരെ ഒരു 100% ക്ലാപ്പ് കൊടുക്കുക. അതും കൂടെ വിവരിച്ചു തരാം. MLA ഓഫീസിൽ 1,75,00,000 രൂപയുടെ കെട്ടിടം പണിയാൻ വേണ്ടി കാശ് കൊടുത്തെന്ന് പറഞ്ഞു. അപ്പം ഇവർ പ്രസിഡന്റായി ഇവിടെ വികസനം വരണമെങ്കിൽ MLA മുഖാന്തരം ഇവിടെ വികസനം വരികയുള്ളൂ എന്ന് പറഞ്ഞതിൻ്റെ ഒരു അടിസ്ഥാനമാണ്. MLA ഇല്ലെങ്കിൽ ഇവിടെ വികസനം വരില്ല എന്ന് പ്രസിഡന്റ് പറഞ്ഞതിന് 100% പ്രസിഡന്റ് അഭിനന്ദിക്കുന്നു. അതിന് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കും. അതായത് ഇവിടെ ഒന്ന് ചോദിച്ചോട്ടെ ഓഡിയൻസിന് ഒരു തലനാട് പഞ്ചായത്തിൽ ആരോടാണ്? തലനാട് പഞ്ചായത്തിൽ MLAയുടെ ഇടപെടലില്ലാണ്ട് വികസനം നടക്കില്ല എന്നൊരു തോന്നൽ അവർക്കുണ്ടെങ്കിൽ അത് വെറും വാക്കാണ്. കാരണം തലനാട് പഞ്ചായത്തിൽ ഇപ്പം UDFന്റെ പ്രതിനിധി ഇവിടെ സൂചിപ്പിച്ചു, ചാമപ്പാറ വെള്ളാനി റോഡിന് വേണ്ടി MLA ഇടപെടൽ നടത്തിയതിന്റെ ഭാഗമായിട്ടാണ് 1,20,00,000 രൂപ അനുവദിച്ചതെന്ന് പറയും. 1,20,00,000 രൂപ അവർക്ക് പോലും അത് അറിയത്തില്ല. അത് ഏത് ഫണ്ടാന്ന് പോലും ഇവർക്ക് അറിയത്തില്ലാത്ത ഫണ്ടാണ്. അപ്പം അവകാശമില്ലാത്ത വാദങ്ങൾ അവരെ ഉന്നയിക്കുന്ന വികസനം നടക്കും. പക്ഷേ ഇത് 1,75,00,000 രൂപ പഞ്ചായത്ത് ഓഫീസിന് വേണ്ടി അവിടെ കൊണ്ട് കൊടുത്തെങ്കിലും അതിൻ്റെ എന്തുകൊണ്ട് നടപടിയായില്ല? MLA എന്ന നിലയ്ക്ക് ഈ തലനാട് പഞ്ചായത്തിൽ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പ് നടന്ന് LDFന്റെ കൂട്ടത്തിലായിരുന്ന സമയത്ത് മാത്രം കോടിക്കണക്കിന് രൂപ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തി തലനാട് പഞ്ചായത്തിന് അനുവദിച്ചു. പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൽ അതിനുശേഷം UDFിലോട്ട് പോയതിനു ശേഷം തലനാട് പഞ്ചായത്തിൽ എന്ത് വികസനമാണ് MLA എന്ന നിലയ്ക്ക് കൊണ്ടുവരാൻ പറ്റിയത്? അത് പറയണം. ഇവർ തന്നെ പറഞ്ഞു വികസന പ്രവർത്തനം വരണമെങ്കിൽ ഒരു MLAയുടെ ആവശ്യമില്ലെന്ന്. പിന്നെ ഇന്ന് ഇവർ MLAയുടെ ഓഫീസിലിട്ട് 1,70,00,000 എസ്റ്റിമേറ്റ് കൊണ്ട് കൊടുത്തേ. നിങ്ങൾക്ക് നേരിട്ട് മന്ത്രിസഭയ്ക്ക് കൊടുത്താൽ പോരെ. ഇത് രണ്ടും കൂടെ പറയാതെ MLA വേണ്ടാന്നും പറയുന്നു, MLAയുടെ ആവശ്യമില്ലെന്ന് പറയുന്നു, MLA ഇല്ല ഞങ്ങൾ കൊണ്ടുവരുമെന്ന് പറഞ്ഞു. പിന്നെ എന്തിൻ്റെ MLA നിങ്ങൾ ആശ്രയിക്കുന്നു? അത് അനുവദിക്കാനായിട്ട് MLAക്ക് സാധിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. അതെ, അതിനെപ്പറ്റി MLAയോട് ചോദിക്കണം. അതെ മറുപടി പറ. അതെ 1 കോടി മറുപടി പറയാം. 1,20,00,000 രൂപയുടെ പ്രൊജക്ട് പിന്നെ അവിടുത്തെ വാർഡ് മെമ്പർ ആശാ റിജു MLA ഓഫീസിൽ വന്ന് ഈ പ്രത്യേകം അവരുടെ ലെറ്റർ പാഡിൽ എഴുതി ഞങ്ങൾക്ക് അനുവദിക്കണമെന്ന് പറഞ്ഞു തന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് തന്നെ MLAയുടെ കത്തും വെച്ച് ബഹുമാനപ്പെട്ട മിനിസ്റ്ററെ കാണുകയും ആ വിഷയം ആ ഫയൽ പിന്നെ ഇവർ പാർട്ടി ആയതുകൊണ്ട് ഉള്ള സത്യസന്ധമായിട്ട് പറയണമല്ലോ, അതുകൊണ്ട് തന്നെ പാർട്ടി ആയതുകൊണ്ട് ആ ഫയൽ എങ്ങനെ നിൽക്കുകയും ASന് വേണ്ടി കാത്തു നിൽക്കുന്ന സമയത്ത് ഇവർ 3-4 പേര് പിന്നെ സെക്രട്ടേറിയറ്റ് വരികയും മന്ത്രിയെ കാണുകയും ഒന്ന് ഫയൽ സ്പീഡാക്കി തരണമെന്ന് പറഞ്ഞു. ആ സ്പീഡാക്കി അന്നിപ്പോൾ ഒരാഴ്ച കൊണ്ട് ആ ഫയലിൽ 1,20,00,000 രൂപ അനുവദിച്ചു
എന്നുള്ള സത്യമാണ്. അല്ലാതെ ഇവരുടെ കാര്യമല്ല, MLA കയ്യിൽ ഇവർ തന്നെ കൊടുത്ത കത്താണ് ഇത്. അതിൻ്റെ കത്തിൻ്റെ കോപ്പി വേണമെങ്കിൽ തന്നെയും ഈ ആശാ രുചിയൊക്കെ കൊടുത്ത കത്തിൻ്റെയും പഞ്ചായത്തിൻ്റെ കോപ്പി വേണമെങ്കിൽ തന്നെ ഞങ്ങൾ വേണമെങ്കിൽ പ്രദർശിപ്പിക്കപ്പെട്ടു. ഒരു കുഴപ്പമില്ല. ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. ടാറിങ് കഴിഞ്ഞു, കോൺക്രീറ്റും കഴിഞ്ഞു, എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. അതിനൊക്കെ ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുന്ന. ഓക്കെ ഏതാണ് ഒരു ചോദ്യം മറുപടി. അത് ഏത് ഫണ്ടാന്നും കൂടെ ഒന്ന് വിശദീകരിച്ചാൽ നന്നായിരിക്കും. ഇപ്പം ഈ 1,20,00,000 രൂപ ഏത് ഫണ്ടിൽ നിന്ന് എവിടെ നിന്ന് അനുവദിച്ചു എന്ന് പറയാം. ഫണ്ട് അനുവദിക്കണമെന്ന് പറഞ്ഞാണ് ആശാ രുചി കത്ത് കൊടുത്തിട്ടുള്ളത്. അല്ലാതെ ഇന്ന ഫണ്ട് അനുവദിക്കണമെന്ന് പറഞ്ഞല്ല. ആ ഫണ്ട് അവിടെ അനുവദിച്ചിട്ടുണ്ട്, അവിടെ വർക്ക് നടത്തിയിട്ടുണ്ട്. അതിന് ഫണ്ടിന്റെ ആ ഒരു പേര് അല്ലേ, അതേതാണ്, ഏത് ഫണ്ടാണ്? അത് സംസ്ഥാന സർക്കാരിന്റെ PWDയുടെ ഓവർലേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് സംസ്ഥാന സർക്കാർ പ്രത്യേകമായി അനുവദിക്കുന്ന ഫണ്ടാണ്. അത് MLA ഇടപെട്ട് കിട്ടിയതല്ലെന്ന് 100% എന്ന് പറയാൻ പറ്റില്ല എനിക്ക്. മറുപടി PWDക്ക് കൊടുക്കുന്ന PWD ഫണ്ട് അനുവദിക്കുന്നത്, അല്ലാതെ വേറെ ആർക്കും അതിൻ്റെ അത് വേറെ ചെയ്യാൻ പറ്റുമല്ലോ. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. അതിന് പ്രത്യേക ഫണ്ടിനൊരു പേരൊന്നും ഇല്ലല്ലോ. അങ്ങനെ ഫണ്ടിന്റെ പേരല്ലേ പറയണ്ടേ? ഫണ്ടിന്റെ പേര് പറയാൻ പറ. ഫണ്ടിന്റെ പേര് PW പല CMLRP എന്ന് പറഞ്ഞൊരു ഫണ്ടുണ്ട്, പിന്നെ ഫ്ലഡ് എന്ന് പറഞ്ഞൊരു ഫണ്ടുണ്ട്. ഈ ഫണ്ടിന്റെ പേര് പറയാൻ പറയുന്ന പീരിയഡിൽ ഇത്ര ഫണ്ടിന്റെ പേര് പറയാൻ പറയാം. അവര് തന്നെ പറയാം. ആ ഫണ്ടിന്റെ പേരാണ് PWDയുടെ ഓവർലേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയെന്ന് പറയുന്നത്. അതിന്റെ PWDക്ക് മിനിസ്റ്റർക്ക് കൊടുക്കുമ്പോൾ PWD അത് അല്ലേ ചെയ്യുന്നത്. പിന്നെ അതിന്റെ അത് പിന്നെ എന്നാ തർക്കം? അതിന് PWDക്ക് കൊടുക്കുമ്പോൾ PWD ചെയ്യുന്നതിന് പിന്നെ എന്തിനാ തർക്കിക്കുന്നത്? ഒരൊറ്റ ചോദ്യം. ചാമപ്പാറ വെള്ളാനി, തീക്കോയി തലനാട്, തീക്കോയി മേലെടുക്കം, ഇത്രയും റോഡുകൾ ഭംഗിയായിട്ട് പണിതു എന്നുള്ളത് നമ്മൾ അംഗീകരിക്കുന്നു. ഭരണസമിതി ഇടപെട്ട് എന്തുകൊണ്ട് അതിൻ്റെ ഉദ്ഘാടനം പോലും നടത്തിയില്ല? സമൂഹം അറിയണ്ടേ? എൻ്റെ അഭിപ്രായത്തിൽ ഒരു വീട് പണിതാൽ ആ വീട് കയറി താമസിക്കുമ്പോഴാണ് പരവാസോലി, അല്ലാതെ അത് പെയിന്റ് അടിക്കുമ്പോഴെല്ലാം പരവാസോലി നടക്കാറില്ല. പണി തീർന്നിട്ടില്ലെന്നല്ല, ഇനിയുണ്ട്. മെയിൻ്റനൻസ് ആണ്. അതായത് റോഡ് PM&BC ടാറിങ് ചെയ്തു, അതിൻ്റെ ആദ്യം നിർമ്മാണ ഉദ്ഘാടനം നടത്തി. MLA തന്നെയാണ് അതിൻ്റെ ഉദ്ഘാടനം നടത്തിയത്. പിന്നെ നമ്മുടെ വെള്ളാനി റോഡിൻ്റെ ഉദ്ഘാടനം അന്ന് തന്നെ നമ്മുടെ MLAയുടെ ഭാഗത്ത് നിന്ന് ഒരു ചെറിയൊരു ഉദ്ഘാടനം നടത്തി. അതിപ്പോൾ ഇങ്ങനെ തുടരെ ചുമ്മാ ആവശ്യമില്ലാത്ത ഉദ്ഘാടനം നടത്തേണ്ട കാര്യമില്ലല്ലോ. ഗവൺമെന്റ് അനുവദിച്ച ഫണ്ട് LDFന്റെ പഞ്ചായത്ത് അത് ഉദ്ഘാടനം ചെയ്തില്ലെന്നും പറഞ്ഞ് UDF എത്ര ദണ്ണം? അതെ, ശരി. പെട്ടെന്ന് ഞാൻ തന്നെ പറയാം. അതിന്റെ പറഞ്ഞോ. ജനകീയാസൂത്രണം വരുന്നതിന് മുമ്പ് 8 വർഷം മെമ്പറായിരുന്ന വ്യക്തിയാണ് PS ബാബു. നമ്മളൊന്നിച്ച് പിന്നെ ഇവിടുത്തെ സാക്ഷരതയിലും ഒക്കെ പങ്കെടുത്തതാണ്. ഞാനൊരു ബഹുമാനിക്കുന്ന ഒരു മെമ്പറായിരുന്നു. LDF കൊണ്ട് ഭരിക്കുന്ന സമയത്ത് LDFിൻ്റെ സർക്കാർ കൊണ്ടുവന്ന ഫണ്ടിനെ കുറിച്ച് UDFന് എന്താ ചോദിക്കാൻ അധികാരമെന്നോ? അത് ന്യായമാണോ പറഞ്ഞത്? അതായത് ഉദ്ഘാടനത്തിന്റെ കാര്യം പറഞ്ഞു. ആവശ്യം അങ്ങനെ പറയാതെ ചേച്ചി, ഉദ്ഘാടനം ചെയ്യാത്ത കാര്യത്തിലാണ് പറഞ്ഞ. അങ്ങനെ പറയാം ചേച്ചി പറഞ്ഞ്. ഇവിടെ അല്ല, വേറൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു വന്ന കൂട്ടത്തിൽ പറഞ്ഞു. ഈ ഒരൊറ്റ കാര്യം പറഞ്ഞോട്ടെ ചേച്ചി പറഞ്ഞു. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രമേ തലനാട് രാഷ്ട്രീയം ഉള്ളൂ. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഈ പഞ്ചായത്തിൽ ഒരു രാഷ്ട്രീയം ആരും പ്രകടിപ്പിക്കാറില്ലായിരുന്നു. ഇപ്പം വീണ്ടും തെരഞ്ഞെടുപ്പ് വരുന്ന രാഷ്ട്രീയം പറയുന്നുണ്ട്, അത് അംഗീകരിക്കും. പക്ഷേ ഉദ്ഘാടനം പറഞ്ഞുകൊണ്ട് തമാശ രൂപേണ ബേബി പറഞ്ഞതിന് തമാശ രൂപേണ ഞാൻ മറുപടി പറഞ്ഞതേ ഉള്ളൂ. ഞാനത് വേറൊരാളെ പറഞ്ഞെങ്കിൽ പിന്നെ അവരത് പറയും. ബാബുവിൽ നിന്ന് ഞാനത് പ്രതീക്ഷിച്ചില്ല. കാരണം ഇവരിപ്പം PWDയുടെ ഓവർലൈൻ എന്ന് പറഞ്ഞു. അഡീഷണൽ ഫണ്ടുകളോ PWD കൊടുക്കാൻ ഏത് PWD ഫണ്ടാണെങ്കിലും LDFിൻ്റെ ആയിക്കോട്ടെ UDFിൻ്റെ ആയിക്കോട്ടെ MLA സാങ്ഷൻ ചെയ്യാതൊന്നും ആ ഫണ്ട് അവിടെ ഉപയോഗിക്കാൻ പറ്റില്ല. സർക്കാരിൻ്റെ ഫണ്ടെന്ന് പറയുന്നത് നമ്മളെല്ലാവരും കൊടുക്കുന്ന ആ പൈസ കൊണ്ടാണ് തിരിച്ചു വരുന്നത്. ഇവിടെ ഈ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും രാഷ്ട്രീയം പറയേണ്ട കാര്യമില്ല. പ്രസിഡന്റ് പറഞ്ഞു UDF മെമ്പർ സ്ഥലം കണ്ടെത്തിയില്ലെന്ന്. ഇവിടെ ഒരുപാട് സ്ഥലം തന്നൊരു വ്യക്തിയുണ്ട്. ആ വ്യക്തിയെ മറന്നുകൊണ്ടായിരുന്നു കഴിഞ്ഞ കമ്മിറ്റി തൊട്ട് ഇവിടെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ആരും ഇപ്പോൾ സ്ഥലം കൊടുക്കുകയല്ല. ചുമ്മാ കൊടുക്കാൻ ആരുടെ കയ്യിലും ഇല്ല. പിന്നെ ഒരു പ്രസിഡന്റ് എന്നുള്ള നിലയിൽ അതാത് വാർഡിലെ മെമ്പർമാർ മാത്രമല്ല, പ്രസിഡന്റിന് ഇതിന് എല്ലാ ഉത്തരവാദിത്വമുണ്ട്. പ്രസിഡന്റ് ഇടപെട്ട് നോക്കാമായിരുന്നു. നമ്മളിപ്പോൾ ഇനി ഒരു അവസാന ഒരു സെക്ഷനിലേക്ക് ഇവിടെ പോവുകയാണ്. ഇനി നമ്മൾ ആദ്യമേ വരുന്നത് UDF പ്രതിയോടാണ്. നിങ്ങൾ ഇനി അടുത്ത വർഷം അധികാരത്തിലെത്തിക്കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും? ക്രിയാത്മകമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടോ? എന്തൊക്കെയാണ്? 2000-2005 കാലഘട്ടത്തിൽ ഞാനൊരു പഞ്ചായത്ത് മെമ്പറായിട്ട് വരുമ്പോൾ
അന്ന് എൻ്റെയും ചേച്ചിയുടെയൊക്കെ തലയിൽ ഉദിച്ചതാണ് ഈ ടൂറിസം മൊത്തം. ഇനി അടുത്ത ഒരു ഭരണം 2015 2020 കാലഘട്ടത്തിലായിരുന്നു. പറയാൻ സമ്മതിക്കണം. അതിപ്പം നിങ്ങൾക്ക് ഒച്ച എന്തേലും വേണം ഇടാം. ഒരു പ്രാവശ്യം ഈ ബൈജു ഒച്ച കിട്ടും. ശരി, ബൈജുവിൻ്റെ വീടിൻ്റെ തൊട്ടു താഴെ നമ്മുടെ ആ ഒരു സിലിണ്ടർ കിട്ടിയില്ല. സിലിണ്ടർ ആരുടെയാ അറിയാ? പൊടിപ്പാറ ഗോപാലൻ ചേട്ടൻ്റെ. റോഡൊന്ന് നിന്ന് പോയേനെ. നമുക്ക് വേണ്ടത് ഈ 2025 മുതൽ മുന്നോട്ട് എന്തൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും? 2025 മുതൽ ഇത് കേൾക്കുക. അടുത്ത 5 വർഷം തലനാട് പഞ്ചായത്ത് UDFൻ്റെ ഭരണം തന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം തലനാടിൽ തന്നെ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, തലനാടിന് സമഗ്ര വികസനം ടൂറിസത്തിലൂടെ നടക്കുകയുള്ളൂ. തീർച്ചയായും ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട പ്രസിഡന്റ് പറഞ്ഞാൽ ഒരു കമ്പർട്ടേഷൻ അതൊന്നുമല്ല, കോടിക്കണക്കിന് രൂപയുടെ വികസന പദ്ധതി കൊണ്ടുവരാൻ ഞങ്ങൾ മുൻപിട്ടിറങ്ങും. അതിനുള്ള എല്ലാ പേപ്പറുകളും നീക്കും. ഇപ്പം ഭരണം ഇല്ലാഞ്ഞിട്ട് പോലും ഞങ്ങൾ അടുത്ത സെക്ഷനിൽ ടൂറിസത്തിലേക്ക് ഫണ്ട് കൊണ്ടുവരാനുള്ള മുഴുവൻ പദ്ധതികളും തയ്യാറാക്കിക്കൊണ്ടിരിക്കുക. തൊടുപുഴയിലുള്ളൊരു ഏജൻസി ഇല്ലിക്കല്ലിലും നമ്മുടെ മാർമല അരുവിലും വാഗൂണിലും പോയി ഇതിൻ്റെ സാധ്യതാ പഠനം നടത്തി പ്രോജക്റ്റ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന ഇവരായിരിക്കും അറിഞ്ഞിട്ടില്ല. എന്തുവാട്ടെ. രണ്ടാമത് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് തലനാട് പഞ്ചായത്തിൽ തനത് ഫണ്ട് വരണം. തനത് ഫണ്ടുണ്ടെങ്കിൽ നമുക്ക് ഈ നാട്ടിലെ സമഗ്ര വികസനത്തിന് ഇഷ്ടം പോലെ ഫണ്ട് ഉപയോഗിക്കാം. അതിനുള്ള പദ്ധതി നമ്മളൊരു 3 മിനി ജലവൈദ്യുത പദ്ധതിയാണ് ഉദ്ദേശിക്കുന്നത്. 3 ജലവൈദ്യുത പദ്ധതി. ആ പദ്ധതി ഒന്ന് നമ്മൾ സ്ഥാപിച്ചാൽ ജലവൈദ്യുത പദ്ധതിക്ക് ഒറ്റ പ്രാവശ്യം പണം മുടക്കാൻ മതി. പിന്നീട് അതിൽ നിന്ന് നമുക്ക് വരുമാനം കിട്ടും. തലനാട് പഞ്ചായത്തിന് അതിനുള്ള തനത് വരുമാനം കിട്ടാനുള്ള ആദ്യത്തെ പദ്ധതി അതായിരിക്കും. രണ്ടാമത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇഷ്ടം പോലെ സ്ഥലങ്ങൾ വെറുതെ കിടപ്പുണ്ട്. നമുക്ക് മിടുക്കരായ ഇഷ്ടം പോലെ തൊഴിലുറപ്പ് തൊഴിലാളികളുമുണ്ട്. നമ്മളൊരു സ്ഥലം പാട്ടത്തിനെടുത്ത് തൊഴിലുറപ്പ് തൊഴിലാളികളെ കൊണ്ട് ആ സ്ഥലത്ത് നമ്മൾ നേഴ്സറികൾ പണിതാൽ ഇഷ്ടം പോലെ നമുക്ക് വിറ്റ് പോറാൻ പറ്റും. കൃഷിയുമായി ബന്ധപ്പെട്ട സംബന്ധമായ നേഴ്സറികൾ ഉണ്ടാക്കി അത് വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണവും പഞ്ചായത്തിന് എടുക്കാം. അങ്ങനെ വികസനത്തിൻ്റെ ഒരു വലിയ വെളിച്ചം, നിങ്ങൾ ആ സ്വപ്നം കാണാത്ത വികസനം തലനാട് പഞ്ചായത്തിൽ കൊണ്ടുവരാൻ ഇടതുപക്ഷം ഞങ്ങളുടെ UDFനെ ഏൽപ്പിച്ചാൽ 100% ഇതുണ്ടാക്കും. UDF വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു മിനിറ്റ് ഇനി നമ്മൾ BJPയിലേക്കാണ് പോകുന്നത്. BJPയിലേക്ക് പോകുന്നു. അടുത്തൊരു 5 വർഷം നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? എന്തുമാത്രം മുന്നേറ്റം ഉണ്ടാക്കാനായിട്ട് സാധിക്കും? എന്തൊക്കെ വികസന പ്രവർത്തനങ്ങൾ ഇവിടെ കൊണ്ടുവരാനായിട്ട് സാധിക്കും? BJPയെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ മാതൃകാപരമായിട്ട് ഉള്ള വികസനം, പല വിധത്തിലുള്ള അടിസ്ഥാന വികസനങ്ങൾ ഇവിടെ നടപ്പിലാക്കുവാൻ ഞങ്ങൾക്ക് കഴിയും. അതിന് മാതൃകയായിട്ട് നമുക്കിപ്പോൾ അടുത്ത പഞ്ചായത്തായ മുത്തോലി പഞ്ചായത്ത് നിങ്ങൾക്ക് പരിശോധിക്കാം. അവിടെ 3 തവണ ഏറ്റവും മികച്ച പഞ്ചായത്ത് പ്രസിഡന്റിനുള്ള അവാർഡ് ഈ സംസ്ഥാന സർക്കാർ നൽകിയിട്ടുള്ളതാണ് മുത്തോലി പഞ്ചായത്ത്. ഇവിടെ ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ BJP ഭരിക്കുന്ന പഞ്ചായത്തല്ലാതെ BJP മെമ്പർമാരുള്ള പഞ്ചായത്തുകളിൽ ആ മെമ്പർമാർ നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതികൾ ഇവിടെ ആർക്കും പരിശോധിക്കാവുന്നതാണ്. ഞങ്ങൾക്ക് ഒരുപാട് പദ്ധതികൾ, ഒരുപാട് ജനോപകാരപ്രദങ്ങളായ ഒരുപാട് പദ്ധതികൾ നടപ്പിലാക്കുവാനുണ്ട്. അത് ഈ തവണത്തെ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അതിന് ഫലപ്രാപ്തി ഉണ്ടാവും. ഇവിടെ 4-5 പഞ്ചായത്ത് മെമ്പർമാർ ഇവിടെ BJPക്ക് ഉണ്ടാവും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഇവിടെ എല്ലാ അടിസ്ഥാന സൗകര്യം, ഇല്ലിക്കൻകല്ല്, അയ്യമ്പാറ പോലെയുള്ള ടൂറിസ്റ്റ് മേഖലകളിൽ ഇപ്പോൾ പറഞ്ഞ അടിസ്ഥാന സൗകര്യങ്ങൾ, അവിടെ റവന്യൂ ഭൂമിയൊക്കെ ഉണ്ട്, അവിടെ നടപ്പിലാക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. അതൊക്കെ നടപ്പിലാക്കും. അതുപോലെ ഇവിടുത്തെ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളൊക്കെ, ഇപ്പം വെള്ളാണ്ടി റോഡിൻ്റെ കാര്യം പറഞ്ഞു, ആ റോഡ് ഗതാഗത യോഗ്യമല്ലാതെ ഒരുപാട് നാൾ കിടന്നതിന് ശേഷം ഞങ്ങളവിടെ ഒരു പ്രതിഷേധ സമരം സംഘടിപ്പിച്ച ശ്രീമാൻ PC ജോർജ് ആ സമരത്തിന് നേതൃത്വം നൽകി. ആ സമരം നടത്തിയതിന് ശേഷമാണ് ആ റോഡിൻ്റെ പണി പൂർത്തിയാക്കുവാൻ കഴിഞ്ഞത്. ഇതുപോലെയുള്ള ഈ പഞ്ചായത്തിലുള്ള വിവിധ മേഖലയുള്ള എല്ലാ പ്രദേശത്തും വികസനം എത്തിക്കുവാൻ BJP കഴിയും. LDF പ്രതിനിധിയിലേക്ക് എത്തുന്നു. അടുത്ത ഒരു 5 വർഷം വീണ്ടും തുടർ ഭരണത്തിലേക്ക് എത്തുകയാണെങ്കിൽ എന്തൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് തീർച്ചയായിട്ടും അടുത്ത ഭരണം കൈയാളും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തുടർന്ന് ആഗ്രഹിക്കുന്ന പ്രധാന കാര്യം എന്നുള്ള തലനാട് ഒരു കാർഷിക മേഖലയാണ്. കാർഷിക മേഖലയ്ക്ക് മുഖ്യമായ ഊന്നൽ നൽകിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനം തയ്യാറാക്കും. തലനാടൻ ഗ്രാമ്പൂവിന് അന്തർദേശീയ അംഗീകാരം കിട്ടിയ ഭൗമസൂചിക പദവി ലഭിച്ചിട്ടുള്ളതാണ്. ഇവിടെ ഗ്രാമ്പു ഉൾപ്പെടെയുള്ള എല്ലാ സ്പൈസസും ജാതി ആയിക്കോട്ടെ മറ്റെല്ലാം വളരെ ഭംഗിയായിട്ട് ഉണ്ടാകും. അത് ഗ്രേഡ് ചെയ്ത്
അന്താരാഷ്ട്ര നിലവാരമുള്ള ഉൽപ്പന്നമാക്കി സംസ്കരണം നടത്തി കയറ്റി അയക്കുന്നതിനും ആ രീതിയിലുള്ള കാർഷിക മേഖലയ്ക്ക് ആ പ്രാധാന്യം നൽകും. മറ്റൊന്ന് ഇവിടെ ധാരാളമായി സൂചിപ്പിച്ച ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പലരും ഇവിടെ പറഞ്ഞതാണ്. അക്കാര്യത്തിൽ മാതൃകാപരമായ ഒരു പ്രവർത്തനം ഇല്ലിക്കനായിക്കോട്ടെ, അയ്യമ്പാറി ആയിക്കോട്ടെ, മാർമലയരുവി ആയിക്കോട്ടെ, അതിനൊക്കെ വരുന്ന 5 വർഷക്കാലത്തിനിടയ്ക്ക് ദേശീയ ശ്രദ്ധ കിട്ടുന്ന രീതിയിലുള്ള ടൂറിസം വികസനം ഈ പഞ്ചായത്തിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. മറ്റൊന്നാണ് വിദ്യാഭ്യാസ മേഖലയായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ധാരാളം നമുക്കറിയാം, നമ്മുടെ നാട്ടിലെ ജനസംഖ്യ തീരെ കുറവാണ്. ഒരു കൂടുതൽ ആളുകൾ നമ്മുടെ ഉൾപ്രദേശത്ത് നിന്നും പുറത്ത് പോകാനും ഒക്കെ ഒരു ആഗ്രഹം കാണിക്കുന്ന ഒരു സമയം കൂടിയാണ്. അതിന് യുവാക്കളെ ഈ നാട്ടിൽ പിടിച്ചു നിർത്തുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് തൊഴിൽ സംരംഭങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഒരു 10 ആളുകൾ ഇരുന്ന് ജോലി ചെയ്യുന്ന സംരംഭങ്ങൾ 1, 2, 3 തുടങ്ങി 14 എണ്ണം അടുത്ത വർഷം തുടങ്ങുന്ന രീതിയിലുള്ള ഒരു പ്രോജക്റ്റ്, ഒരു പദ്ധതി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് രൂപീകരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. മറ്റൊന്ന്, ഇവിടെ ജലവൈദ്യുത പദ്ധതിയുടെ കാര്യം ഇവിടെ പറയുണ്ടായി. വെള്ളാനി UDF മെമ്പറുടെ തൊട്ടടുത്തുള്ള വെള്ളാനി മിനി ജലവൈദ്യുത പദ്ധതിയായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ സജീവമായി ഗവൺമെൻറ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടുള്ള ഏർപ്പാടുകൾ നടത്തും. അതോടൊപ്പം തന്നെ യാത്രാ സൗകര്യം മെച്ചപ്പെടുന്ന കാര്യത്തിൽ ആരോഗ്യ മേഖലയായിട്ട് നമുക്കറിയാം, നമ്മുടെ നാട്ടിലെ ക്യാൻസർ രോഗികളുടെ ഒരു വലിയ കണ്ടമാനം ക്യാൻസർ രോഗികൾ കൂടുന്നുണ്ട്. അവർക്ക് കൂടുതൽ അവയർനെസ്സുകൾ നൽകി ജീവിതശൈലി രോഗങ്ങൾ ഉൾപ്പെടെയുള്ളത് ഉണ്ടാകാതിരിക്കാനുള്ള സജീവമായ പ്രവർത്തനത്തിൽ നിരന്തരമായ പ്രവർത്തനം നടത്താനായിട്ട് മുന്നണി തീർച്ചയായിട്ടും ശ്രമിക്കും. ഓക്കെ, തലനാട് പഞ്ചായത്തിലെ പോരാട്ടം 2025 ഇവിടെ സമാപിക്കുകയാണ്. വികസനത്തിൻ്റെ പ്രവർത്തനങ്ങളും പല കാര്യങ്ങളും ഭരണപക്ഷിയും എതിർകക്ഷിയും ഇവിടെ വിവിധ ചർച്ചകളിലൂടെ മുന്നിലേക്ക് വന്നു. ഇതായാലും ഈ തലനാട് പഞ്ചായത്തിലെ പോരാട്ടം 2025 ഇവിടെ സമാപിക്കുന്നു. അടുത്ത പഞ്ചായത്തിൽ കാണാം. നമസ്കാരം. പോരാട്ടം 2025 നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ആലപ്പാട് ഗോൾഡ്, പാല, മുണ്ടക്കയം, കറുകച്ചാൽ. സ്പോൺസേർഡ് ബൈ മേരി ക്വീൻസ് ഹോസ്പിറ്റൽ, 26 മൈൽ, കാഞ്ഞിരപ്പള്ളി. സ്വർണം പണയം വെച്ചിട്ട് തിരിച്ചെടുക്കാൻ പ്രയാസപ്പെടുകയാണോ? അല്ലെങ്കിൽ ലേലത്തിൽ പോകുമോ എന്ന ആശങ്കയുണ്ടോ? കയ്യിലെ സ്വർണത്തിന് എവിടെ മികച്ച വില ലഭിക്കുമെന്നറിയാതെ വിഷമിക്കുന്നവരാണോ? അങ്ങനെയാണെങ്കിൽ ഉടൻ ആലപ്പാട് ഗോൾഡിലേക്ക് വിളിക്കൂ. നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾക്ക് മാർക്കറ്റിലെ അതാത് ദിവസത്തെ വില ഇവിടെ ലഭിക്കും. നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയതായാലും എത്ര പഴയതായാലും ആലപ്പാട് ഗോൾഡ് അന്നുള്ള ദിവസത്തെ മാർക്കറ്റ് വില നൽകി സ്വർണം തിരിച്ചെടുക്കുന്നു. GPay, RTGS, NEFT, ചെക്ക് എന്നിവയുടെ സൗകര്യവും ഉണ്ട്. പണത്തിന്റെ ടെൻഷൻ വേണ്ട. ആലപ്പാട് ഗോൾഡ് നിങ്ങളുടെ സ്വർണത്തിന് വിപണിയിലെ ഏറ്റവും ഉയർന്ന വില നൽകുന്നു. 2001 മുതൽ കേരളത്തിലെ നമ്പർ 1 ഓൾഡ് ഗോൾഡ് പർച്ചേസ് ഷോപ്പായ ആലപ്പാട് ഗോൾഡ് സാധാരണക്കാരെ സഹായിക്കാൻ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നു. ജനസേവനമാണ് നമ്മുടെ ലക്ഷ്യം. വിശ്വാസത്തോടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ വിൽക്കാൻ ആലപ്പാട് ഗോൾഡിനെ സമീപിക്കാം. ഞങ്ങൾ സ്വർണത്തിന് യഥാർത്ഥ മൂല്യം നൽകുന്നു. ഞങ്ങളുടെ സ്ഥാപനങ്ങൾ മുണ്ടക്കയം KK റോഡിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ അടുത്ത് അജ്ഫ ബേക്കേഴ്സ് ബിൽഡിംഗിലും കറുകച്ചാലിൽ മല്ലപ്പള്ളി റോഡിലുള്ള ഫെഡറൽ ബാങ്ക് ബിൽഡിംഗിലും പ്രവർത്തിക്കുന്നു. അതുകൂടാതെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും നമ്മുടെ സർവീസ് ലഭ്യമാണ്. സ്വർണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഇനി ചിന്തിക്കുമ്പോൾ ഞങ്ങളുടെ നമ്പറിലേക്ക് ഒരു ഫോൺ കോൾ മതി. ആലപ്പാട് ഗോൾഡ് നിങ്ങളെ സഹായിക്കാൻ നിങ്ങളുടെ അടുത്തെത്തും. ആലപ്പാട് ഗോൾഡ് എന്നും നിങ്ങളോടൊപ്പം. Mother soothes, Mother cares, Mother protects, Mother finds always reason to smile. Mother stands up for you for everything. Mary Queen's Mission Hospital, Kanirapalli, Kottayam. We care, God cures.